ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിമ്പിൾ അക്കാദമിയിൽ നിന്ന് ഫൈസൽ സി ആണ് സംസാരിക്കുന്നത്. വിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ദിനേന എന്നോണം സംഘടിപ്പിച്ചു വരുന്ന ഫ്രീ വെബിനാറുകളുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ വീണ്ടും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വെബിനാറിന് മുമ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ഒരു പുതിയ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഫോം ചെയ്യുകയും അതിലേക്ക് എല്ലാവരെയും ജോയിൻ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് കാലങ്ങളായിട്ട് വ്യത്യസ്ത കോഴ്സുകളും വെബിനാറുകളൊക്കെ ഡോക്ടർ യൂനിസ് സാറിന്റെ കീഴിലായിട്ട് നടത്തി വരികയായിരുന്നു. ഡോക്ടർ യൂനിസ് സാർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഡോക്ടറാണ്, അതേപോലെ തന്നെ സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ കൗൺസിലിങ്ങും തെറാപ്പിയും ഒക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ വിമ്പിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, സെക്ഷുവാലിറ്റി ഇൻ മാരേജ്, ആർട്ട് ഓഫ് പാരന്റിങ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്കും കോഴ്സുകൾക്കും ഒക്കെ ലീഡ് ചെയ്ത് വരികയാണ്. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് ഫ്രീ വെബിനാറുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മുടെ എനർജിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് സൗജന്യ വെബിനാറുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷൻ നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് യൂനിസ് സാറിന്റെ വെബിനാറുകൾക്കും കോഴ്സുകൾക്കും അതിന്റെ ഒരു ഫർദർ ഡിസ്കഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ യൂനിസ് കുരിക്കൽ ടോക്സ് എന്നുള്ളൊരു ഒരു ഗ്രൂപ്പ് നമ്മൾ രൂപപ്പെടുത്തിയത്. അപ്പൊ അതില് നമ്മളുടെ സൗജന്യ വെബിനാറുകളുമായിട്ടുള്ള ഫർദർ ഡിസ്കഷൻസ് നമുക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ നമ്മളുടെ യൂനിസ് സാറിന്റെ കോഴ്സുകൾ നമുക്ക് അതിൽ നിങ്ങളെ പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മൾ ഫിസിക്കലി പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലൂടെ നമുക്ക് അറിയിക്കാം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഗ്രൂപ്പിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തത് തോട്ട്സിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഈ ആഴ്ച നടത്തുന്നത്. അപ്പൊ എല്ലാ തിങ്കളാഴ്ചകളിലും 8:30 ഡോക്ടർ യൂനിസ് സാറിന്റെ ഫ്രീ സെഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ ആഴ്ച നമ്മൾ ബിലീഫ്, തോട്ട്സിന്റെ അനന്തരഫലമായിട്ട് തോട്ട്സിൽ നിന്ന് എങ്ങനെയാണ് ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും ഇന്ന് നമ്മളിവിടെ നടത്തുന്നത്. ഇതിന്റെ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കൊണ്ടുവരാം. ഈ ഒരു സെഷന് നമുക്ക് പരമാവധി സമയം ഉണ്ടല്ലോ. സാധാരണ 1 മണിക്കൂറാണെങ്കിലും ചിലപ്പോ സംശയങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും 1.5 മണിക്കൂറൊക്കെ ആവാറുണ്ട്. അതിൽ കൂടുതൽ സമയം പോയ സമയങ്ങളും ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രൂപത്തിൽ സാറ് തന്നെ അതിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കതിൽ എന്തെങ്കിലും ഡിസ്കഷൻസോ കേസുകളൊക്കെ കൊണ്ടുവരാം. പരമാവധി നമുക്ക് നോളജ് ഷെയർ ചെയ്യുക, അതിലൂടെ കൂടുതൽ ആളുകൾ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന ഡോക്ടർ യൂനിസ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഡോക്ടർ യൂനിസ് സാർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൽ ദ ഡയറക്ഷൻ ഓഫ് തോട്ട്, ചിന്തകളെ പറ്റിയിട്ടാണ് സംസാരിച്ചല്ലേ. അപ്പൊ ചിന്തകളെ പറ്റി സംസാരിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ചിന്തകളുടെ പോക്ക് എങ്ങനെയാണ് എന്നുള്ളതും അതിനെ പറ്റി നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ബിലീഫ് എന്ന് പറയുന്നത്, വിശ്വാസം, അല്ലെ. അപ്പൊ വിശ്വാസം ശരിക്കും എവിടുന്നാ തുടങ്ങുന്നത്? വിശ്വാസം എന്ന് പറയുമ്പോൾ ശരിക്കും ചിന്തകളിലൂടെ തന്നെ നമുക്ക് ഒന്നുകൂടെ പോകാനുണ്ട്. ആ ചിന്തകൾ നമ്മൾ ഒരു തോട്ട്സിനെ പറ്റി പറഞ്ഞിരുന്നത്. അപ്പൊ ആ തോട്ട്സിലൂടെ തന്നെ നമുക്ക് കുറച്ചൊന്നും ഇങ്ങനെ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് അത് വിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അതായത് ചിന്തകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട്
കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഉണ്ട്. ഒരു ബയോകെമിക്കൽ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസിലൂടെയാണ് ചിന്തകളൊക്കെ ഫോം ചെയ്യുന്നതും അതിലൂടെ പല കാര്യങ്ങളും വരുന്നത്. ഓക്കെ, ഹലോ ജോളി. ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നലെ നമ്മളൊരു ചിന്തകളെ പറ്റി സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ഈ ചിന്തകളിലൂടെ നമുക്ക് ഒരു കാര്യം കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഒരു കാര്യത്തെ, നമ്മളൊരു സന്തോഷമുള്ള ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സന്തോഷമുള്ള ഒരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ സന്തോഷമുള്ള ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സന്തോഷമുള്ള ഒരു അനുഭവം ശരീരത്തിന് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ തോട്ട്സ് എന്ന് പറയുന്നതും രണ്ടാമത് ഫീലിങ്സ് എന്ന് പറയുന്നതും ഇത് രണ്ടിന്റെയും ഒരു കൂട്ടിക്കുഴക്കൽ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക, ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഒന്നും കൂടെ പ്രത്യേകിച്ച് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇരിക്കുക. കാരണം ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പൊ അതിനെ ഒന്നും കൂടെ ഇൻഡെപ്തിൽ നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മളൊന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. ബട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്കിത് പെട്ടെന്ന് കത്തൂല. ഓക്കെ, അപ്പോ എന്താണ് ചിന്തകള്. അപ്പൊ ചിന്തകളെ പറ്റി നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരുപാട് കെമിക്കൽ സിസ്റ്റം, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ന്യൂറോ പെപ്റ്റൈഡ്സ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ എല്ലാ ഒരു സിസ്റ്റത്തിലൂടെ തന്നെയാണ് നമ്മൾ ചിന്തകളിലൂടെയും, ചിന്തകൾ വരുന്നു, ആ ചിന്തകളിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ശരീരത്തിന് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്നു. നമ്മളിപ്പോ ഒരു ഡിസയർ നമ്മൾ ആഗ്രഹിക്കുക, ഒരു കാര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ദുബായി പോകുന്നത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫ്ലൈറ്റ് കയറുന്നതും അവിടെ എത്തുന്നതും അതിനെപ്പറ്റി ഇങ്ങനെ പല പ്ലാനിങ്ങും കാര്യങ്ങളും വരുമ്പോൾ അവിടെ എത്തുന്ന അതേ ഫീലിംഗ് ഒന്നും നമുക്ക് ആദ്യം കിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് എത്തിയ, അതായത് ചിന്തിച്ചതിന്റെ അതേ അളവിലുള്ള ഫീലിംഗ് ഒന്നും കിട്ടൂല. ബട്ട് സംതിങ് നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ഫീലിംഗ് കിട്ടും. അത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൂടെ തന്നെ നടക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ പലതരത്തിൽ ചിന്തകളുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തിനെ പെട്ടെന്ന് അതിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെടുന്ന ചിന്തകളുണ്ട്. ഇപ്പൊ ഒരു സെക്ഷൽ ഡിസയർ ആണ്, ആ സെക്ഷൽ ഡിസയറിലേക്കാണ് നമ്മൾ പോകണമെങ്കിൽ ആ ചിന്തകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കണക്ട് ചെയ്യുന്നു. ന്യൂറോ പെപ്റ്റൈഡ്സ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, ശരീരത്തിലെ മാറ്റങ്ങൾ സ്പോട്ട് തന്നെ വരുത്തി തുടങ്ങും. അപ്പൊ ഇത് എവിടുന്ന വരുന്നത്? അത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് കുറേ ഫാർ എബവ് ഉള്ള ചില കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നെങ്കിൽ ചിലപ്പോൾ ആ ചിന്തിക്കുന്നതിന്റെ അളവിൽ തന്നെ ഒരു പക്ഷെ നമുക്ക് ഫീലിംഗ് വരണം നിർബന്ധമില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അളവിൽ തന്നെ ഫീലിംഗ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് കാര്യമുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് ഫീലിങ്സ് ആൻഡ് തോട്ട്. ചിന്തകൾ എന്ന് പറയുന്നത് മൈൻഡ്, കണക്റ്റഡ് ടു മൈൻഡ് ആണെങ്കിൽ ഫീലിങ്സ് എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ബോഡിയാണ്, ശരീരത്തിലേക്ക് കണക്ട് ചെയ്തൊരു സാധനം. അപ്പോൾ ഇങ്ങനെ മൈൻഡും ബോഡിയും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അതിന് പൊതുവെ നമ്മൾ ഒരു ഒരു സൈക്കിൾ ഓഫ് തിങ്കിങ് ആൻഡ് സൈക്കിൾ ഓഫ് ഫീലിങ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് പറയാൻ പറ്റും. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു എക്സാമ്പിളിലൂടെ ഒക്കെ പറയുമ്പോഴേക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവാം. അതായത് നമുക്ക് ഇന്നലെ നമ്മളൊരു വർക്ക് ചെയ്ത ഒരു സ്ഥലമുണ്ട്, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്നലെ ഒരു ദിവസം, ഇന്നലെ ഒരു ദിവസം, ഇന്നൊരു ദിവസം, 2 ദിവസമായിട്ട് കണക്കാക്കുക. ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്തു, ഒരാളായിട്ട് ചെറിയൊരു കശപിശൊക്കെ ഉണ്ടായി, ഭയങ്കര പ്രശ്നത്തിലിരിക്കുകയാണ്. ആളിന്റെ ഭയങ്കര ഒരു തർക്കമൊക്കെ ഉണ്ടായി, ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായി. അയാൾ ചിലപ്പോൾ നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾ ഭയങ്കരമായ ഒരു മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ടാവും. വാട്ട് എവർ എന്തൊക്കെയാണെങ്കിലും അത് നമുക്ക് ഇന്നലെ ഭയങ്കരമായ ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്നപ്പോൾ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അങ്ങനെ നിൽക്കുക. ഇന്ന് രാവിലെ എണീറ്റു, മാക്സിമം ഫ്രഷ് ആയി, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് നമ്മൾ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറുന്നു. ഈ കാറിൽ കയറുന്ന സമയത്ത് കാർ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ നമ്മൾ ഇന്നലെ കിട്ടിയ ഒരു അനുഭവം ഉണ്ടല്ലോ, ഇന്നലെ നമ്മൾ അനുഭവിച്ച ആ അനുഭവം, ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ ആദ്യം പോകും. ഇന്നലെ ഇപ്പൊ എന്താ അത്, ആ ഒരു ദേഷ്യം, ഓനിപ്പൊ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അവളിപ്പൊ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നുള്ള ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ആ ചിന്തയിലേക്ക് നമ്മളൊന്ന് പോയി. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ചിന്തയിലേക്ക് പോകുന്ന സമയത്ത് മെല്ലെ മെല്ലെ അത് തോട്ടാണ്. ആ തോട്ടിനെ നമ്മൾ ആ ചിന്തയെ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൂടെ,
ന്യൂറോപെപ്റ്റൈഡിലൂടെ, ഹോർമോണൽ ചേഞ്ചസിലൂടെ നമ്മുടെ ശരീരത്തിന് അത് ഹീറ്റ് ചെയ്യിക്കുന്നു, നമ്മുടെ ശരീരത്തിന് അത് ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. ഇന്നലത്തെ ദേഷ്യം ഇന്ന് നമുക്ക് രണ്ടാമത് ഓർഗനൈസ് ചെയ്ത് വരികയാണ്, രണ്ടാമത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ശരിക്കും ആ ഒരു സംഭവത്തെ നമ്മൾ ഇന്നലെ വിട്ട് നമ്മൾ ഒന്ന് കിടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോൾ നമ്മൾ അത് വിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ എവിടേക്കോ ഒരു എന്നാലും ഇപ്പൊ അത് അങ്ങനെ പറഞ്ഞില്ലേ, എന്നോട് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെ പറഞ്ഞില്ല എൻ്റെ അടുത്ത് എന്ന് പറയുന്ന ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് ഇന്നലെ സംഭവിച്ചപ്പോ എനിക്ക് ഫീൽ ചെയ്തത് എന്താണോ അതേപോലൊരു ഫീലിംഗിന്റെ ഒരു തുടക്കം എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു തുടങ്ങി. സ്വാഭാവികമായിട്ടും എന്റെ രക്തം ഒന്ന് ചൂടാകും അല്ലെ, സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഇങ്ങനെ കടിച്ചു പിടിക്കാൻ തോന്നും. വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടിലൊക്കെ ഒന്ന് ഭയങ്കര ദമ്മിൽ ബ്രേക്ക് ചവിട്ടും. വണ്ടി ഒരു 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 ആരെങ്കിലും ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അതാണ് വായി തോന്നിയതൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. ചിലപ്പോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഉദ്ദേശിച്ചത്, വണ്ടി ഓടിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ ഒന്നുമല്ല. ബട്ട് എവിടൊക്കെയോ നമ്മുടെ ചിന്തകളെ കണക്ട് ചെയ്യുന്ന ഫീലിങ്സ് നമുക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്ത് തുടങ്ങാം. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ ചിന്തയെ പോലെ തന്നെ നമുക്ക് ഫീലിങ്സും, അതായത് വാട്ട് വി തിങ്കിങ് ലൈക്ക് ഫീലിംഗ്, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ തവണ നമ്മൾ ചിന്തിച്ചത് നമുക്ക് അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ ഫീൽ ചെയ്യുന്ന വിഷയത്തെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടേയിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാം, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ കാറിൽ കയറുന്നു, ഇന്നലത്തെ വിഷയം നമ്മൾ ചിന്തിക്കുന്നു, ആ ചിന്തിച്ച വിഷയത്തോടെ നമ്മൾ ആംഗ്രി ആവുന്നു, ദേഷ്യം വരും. ഇന്നലത്തെ വിഷയത്തിലെ അനുഭവം നമുക്ക് അതേപോലെ ഇന്ന് നമുക്ക് റീപ്രസെന്റ് ചെയ്ത് നമുക്ക് വീണ്ടും ദേഷ്യം വരും. ആ ദേഷ്യത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ആ ദേഷ്യത്തിൽ തന്നെ നമ്മൾ ഒന്നും കൂടെ എക്സാജറേറ്റ് ചെയ്യും അല്ലെ. ആ കാരണം പിന്നെ നമ്മൾ പറയുന്ന ചിന്ത തന്നെയാണ് ഒന്നും കൂടെ ആ ദേഷ്യം ഒന്നും കൂടെ കൂടും, ദേഷ്യം കൂടും, അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും മുമ്പിലേക്ക് വരും, അവരോടും ദേഷ്യം വരും. അങ്ങനെ നമ്മൾ മൊത്തം സറൗണ്ടിങ്ങിനോടും എല്ലാത്തിലോടും ദേഷ്യം കൂടുന്നതോടെ ആ ദേഷ്യത്തിന്റെ ഫീലിംഗിന്റെ ഒരു ഫീലിംഗ് ആണല്ലോ, ഇപ്പൊ ശരീരത്തിന്റെ ഒരു ഫീലിംഗ്, ആ ഫീലിംഗിന്റെ ചിന്ത റിപ്പീറ്റ് ചെയ്യും. അതായത് വീണ്ടും ദേഷ്യപ്പെടാനുള്ള അനുഭവങ്ങൾ നമുക്ക് റെപ്രസെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേ അനുഭവങ്ങൾ വേറെ രീതിയിൽ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വേറൊരുത്തൻ വന്ന് ക്രോസ് ചെയ്യുന്നത്, വേറൊരുത്തൻ ആവശ്യമില്ലാണ്ട് റോഡിന്റെ ഉള്ളിലൂടെ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് നമ്മൾ മുമ്പ് തന്നെ ഇരുന്നിട്ട് ഒരാൾ സൈഡ് തരാണ്ട് പോകുന്നത്. അതായത് വീണ്ടും വീണ്ടും ദേഷ്യപ്പെടാനുള്ള അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ദേഷ്യം, നമുക്കൊരു ഫീലിംഗ്, നമുക്ക് ആദ്യം ഒരു ചിന്ത വരുന്നു, അതിനുശേഷം ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു. ഈ ഫീലിംഗ് ഈ ചിന്തയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫീൽ ചെയ്തതുപോലെ വീണ്ടും ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അത് വീണ്ടും ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു സൈക്കിളാണ്, ദ സൈക്കിൾ ഓഫ് തിങ്കിങ് ആൻഡ് സൈക്കിൾ ഓഫ് ഫീലിംഗ്. ഈ സൈക്കിൾ ഓഫ് തിങ്കിങ്, സൈക്കിൾ ഓഫ് ഫീലിംഗിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മൾ ആ ഒരു സിസ്റ്റത്തിനെയാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത്, സെൽഫ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ നമ്മൾ സെൽഫ് ഐഡന്റിറ്റി എന്താണെന്ന് അറിയോ, ഓൻ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാട്ടോ, ഓൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. നമ്മൾ തന്നെ പറയും, നമ്മൾ വേറെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നാൽ എനിക്ക് പിടിച്ചാൽ കിട്ടൂല. അതായത് നേരത്തെ ആ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വന്നു, സ്ഥിരമായിട്ട് ഒരു തോട്ട് വരുന്നു, ആ തോട്ട് മെല്ലെ മെല്ലെ ഫീലിംഗ് ആയിട്ട് വരുന്നു, ആ ഫീലിംഗ് വീണ്ടും തോട്ടായിട്ട് മാറുന്നു, ഫീലിംഗ് വരുന്നു, അങ്ങനെ ഇത് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ വന്ന് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയി മാറുന്നു. ഈ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇയേഴ്സ് ഓഫ് തോട്ട്സ്, വർഷങ്ങളായിട്ടുള്ള ചിന്തകളിലൂടെ നമ്മളൊരു മെമ്മറി പോലെ തന്നെ നമ്മളിൽ അത് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മളെ മടിയനാക്കുന്നു, നമ്മളെപ്പോഴും എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാക്കി മാറ്റുന്നു. പോസിറ്റീവായിട്ടും അത് വരാം, നെഗറ്റീവായിട്ടും വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അതാണ് പിന്നെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയിരിക്കും നമ്മളെ സെൽഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതിലൂടെ ആയിരിക്കും മടിയനാട്ടോ, ഭയങ്കര മടിയനായി. എങ്ങനെ മടിയനായത്, തോട്ട് പ്രോസസ് ചെയ്തു, ഫീലിംഗ് ഉണ്ടായി. ഈ ഫീലിംഗിലൂടെ തന്നെ കാരണം എവിടോ ഒരു മടി എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അതിപ്പോ ചെയ്യണോ, ആ തോട്ടേ വന്നിട്ടുണ്ടാവുള്ളൂ, അതിപ്പോ ചെയ്യണോ, അതിങ്ങനെ പ്രോസസ് ചെയ്ത് എവിടുന്നോ തുടങ്ങിയതാ, അല്ലെങ്കിൽ ഇപ്പൊ നാളെ ചെയ്യാതെ എന്നും ഡെയിലി ചെയ്യുന്ന ഒരാള് ഏതോ ഒരു പോയിന്റിൽ ഒരു കാര്യം, ഒരു എമർജൻസി ഒന്നും അത് ചെയ്യേണ്ട, നാളെ ചെയ്യാം, ബ്രേക്കായി. ആ ബ്രേക്ക് ആയപ്പോൾ നാളെ ചെയ്യാം എന്ന് പറയുന്ന തോട്ടിനെ അയാൾ ഒരു സന്തോഷമായിട്ടുള്ള അനുഭവമായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ആ ഫീലിംഗ് ആണ് പിന്നെ ഈ ലേസിനെസ്സിനെ കണക്ട് ചെയ്യുന്നത്. കാരണം അയാൾക്ക് മടി എന്ന് പറയുന്നത് തെറ്റായിട്ട് തോന്നൂല, അത് ശരിയായിട്ടാ തോന്നുക. അപ്പൊ അവിടെ കുറച്ചേരം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, അതിപ്പോ നാളെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ലെ. പ്രൊക്കാസ്റ്റിനേഷനിൽ നമ്മൾ എപ്പോഴും പറയുന്ന, എല്ലാവരും പറയുന്ന കാര്യമാണ്, ഇതിപ്പോ ഇന്ന് ചെയ്തിട്ട് തന്നെ നടന്നില്ലല്ലോ, ഇപ്പൊ നാളെ ചെയ്താലും ഇപ്പൊ എന്താ കുഴപ്പമൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞാലും ചെയ്താലും ഇപ്പൊ എന്താ കുഴപ്പമൊന്നുമില്ല. കാരണം അതൊരു കുഴപ്പമായിട്ട് ഇയാൾക്ക് തോന്നിയാലല്ലേ അത് മടിയാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇയാൾക്ക് അത് തോന്നുന്നില്ല, കാണുന്ന ഒരാൾക്കാണ് അത് തോന്നുന്നത്. അപ്പോൾ അതൊരു സെൽഫ് ഐഡന്റിറ്റി ആയിട്ട് മാറുകയാണ്. അയാൾ ഒരു മടിയനാവുന്നു, ദേഷ്യമുള്ള ഒരാളുമായി മാറുന്നു. ആ ചിന്തകളിലൂടെ, ആ ചിന്തകൾ പെർസിസ്റ്റ് ചെയ്യുന്നതിലൂടെ അതേ വിഷയത്തെ നമ്മൾ ഇങ്ങനെ ഒരേ ടോപ്പിക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ആ വിഷയങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്, അത് ഇഫ് യു തിങ്ക് ദം ഓവർ ആൻഡ് ഓവർ, വർഷങ്ങളോളം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് ശരിയായിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മൾ കുറെ കാലം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഫീലിങ്ങും ആ തോട്ടും അബ്സല്യൂട്ട് ആയി മാറും, ട്രൂ ഇവന്റ്സ് ആയി മാറും. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരികൾ. ആ ശരികളെയാണ് നമ്മൾ ബിലീഫ് ആക്കി എടുക്കുന്നത്, വിശ്വാസങ്ങളാക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ചിന്തകൾ, സ്ഥിരമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ, ആ ചിന്തകളെ എങ്ങനെയാണ് ബിലീഫായി മാറുന്നത്. ആ ചിന്തകൾ ഫീലിങ്സിന്റെ ഒരു സൈക്കിൾ ഉണ്ട്. ആ ഫീലിങ്സിന്റെ സൈക്കിളിലൂടെ നമ്മൾ ഇയേഴ്സ് നമ്മളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാണുന്നവരൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്ത് അതൊരു ഓവർ ആൻഡ് ഓവർ ഒരേ ചിന്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരേ ആക്ഷൻ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരേ റിയാക്ഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പിന്നെ നമുക്ക് ട്രൂ ഇവന്റ് ആയിട്ട് മാറുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സംബന്ധിച്ചിടത്തോളം അത് ഇനി എത്ര മോശമുള്ള അനുഭവം പ്രശ്നമാണെങ്കിലും നമ്മളെ സംബന്ധിച്ചോ അത് ശരിയാണ്. എന്നും കള്ളത്തരം ചെയ്യുന്ന ഒരാൾക്ക് കള്ളത്തരം ശരിയായി തോന്നുന്നത് അങ്ങനെയാണ്. എന്നും ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ലഹരി ഉപയോഗിക്കുന്നത് നല്ലതായിട്ട് തോന്നുന്നത് അങ്ങനെയാണ്. എന്നും കള്ളു കുടിക്കുന്ന ഒരാൾക്ക് അത് കള്ളു കുടിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. അത് നല്ലതായാലും നല്ലതല്ലെങ്കിലും ഒരേ വിഷയത്തെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ട്രൂ ബിലീഫായിട്ട് മാറും, മേക്ക് ബിലീഫായിട്ട് മാറും. നമ്മൾ അതിനെ പിന്നെ എന്ത് ചെയ്യാണ്, വിശ്വാസം, ഫെയ്ത്ത്, ഇതൊക്കെ പിന്നെ വിധി, വിശ്വാസം എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു വിശ്വാസം നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും വിശ്വാസങ്ങൾ. നമ്മൾ എണീറ്റ് നിൽക്കുന്ന 2 കാലിൽ നമ്മൾ വല്ലാണ്ട് വിശ്വസിക്കുന്നുണ്ട്. ഒരു 1.5 വയസ്സ് മുതൽ പ്രായം ഒരു 1.5 വയസ്സിലൊക്കെ, ഒരു 2 വയസ്സിന്റെ ഉള്ളിലൊക്കെ നടന്നു തുടങ്ങുമ്പോഴേക്കിനെ ആ കുഞ്ഞു മനസ്സിൽ എന്തുണ്ട്, ഈ കാലിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. കാരണം നമ്മൾ കാണുന്ന മൃഗങ്ങൾ ചിലപ്പോ 4 കാലിൽ നടക്കുന്ന മൃഗങ്ങളുണ്ട്. അപ്പൊ ഈ 2 കാലിൽ നടക്കുന്ന മനുഷ്യന്മാരെയും നമ്മൾ കാണുന്നുണ്ട്, എല്ലാത്തിനും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളിൽ തന്നെ ഈ കാലിൽ ഭയങ്കര ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു വിഷയത്തിലൂടെ ചിന്തിക്കുന്നുണ്ടാവില്ല. ബിലീഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവത്തെ മനസ്സിലാക്കിയിട്ടാണ് ഒരു മനുഷ്യന് ഹോപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പ്രതീക്ഷകൾ ഉണ്ടാവുന്നത്. കാരണം ഈ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പുറമേക്കുള്ള വിശ്വാസങ്ങളുണ്ട്, ഇന്നർ ബിലീഫ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഔട്ടർ ബിലീഫ് സിസ്റ്റത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും കാണുന്നത്, റിലീജിയൻ. കാരണം ബിലീഫ് എന്ന് പറയുന്ന വേർഡ് തന്നെ വന്നത് ഈ റിലീജിയസ്ലി ആണ്. അതൊരു പഴയ കാലത്ത് തന്നെ ഒരു ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ്. പക്ഷെ ഇംഗ്ലീഷ് വേർഡിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്ത്യൻ റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാക്കുകളിൽ നിന്നാണ് ശരിക്ക് ബിലീഫ് എന്നുള്ള വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ബിലീഫ് എന്നുള്ള വേർഡിൽ തന്നെ വിശ്വാസം എന്ന് പറയുന്നത് സെൽഫ്, നമ്മളിൽ ഒരു കാര്യം നടക്കാനുണ്ട്, ഒരു കാര്യം മുമ്പേ ഇല്ലെങ്കിലും അതുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ്. വിശ്വാസത്തിന് പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് പറയാം. അപ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നർ ബിലീഫ് സിസ്റ്റമാണ്. നമ്മളിവിടെ പുറത്തുള്ള ബിലീഫ് സിസ്റ്റത്തിനെ പറ്റിയിട്ടല്ല പറയുന്നത്, ഇന്നർ ബിലീഫ് സിസ്റ്റത്തെ പറ്റി പറയുന്നത്. അപ്പൊ ഇന്നർ ബിലീഫ് സിസ്റ്റത്തിൽ നമുക്ക് ചിന്തകളും ഫീലിങ്ങിനായിട്ടും കണക്ഷൻ ഉണ്ട്. കാരണം ആ ചിന്തകളും ആ ഫീലിങ്ങും റിപ്പീറ്റഡ്ലി ഒരു പാറ്റേണിൽ വരുമ്പോൾ അതൊരു ഹാബിറ്റായി മാറുകയും ആ ഹാബിറ്റ് നമുക്ക് ട്രൂ ഇവന്റ് ആവുകയും നമുക്കതൊരു മേക്ക് ബിലീഫായി കൺവേർട്ട് ആവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിശ്വാസത്തിലൂടെയാണല്ലോ. സ്കൂളിൽ പോകുന്നത് ഇപ്പോൾ വിശ്വാസത്തിലാണ്. ഞാൻ പറയാൻ ഇപ്പൊ നമ്മള് വീട്ടില് ഭക്ഷണം കഴിക്കുന്നത്, ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്ന് വിചാരിക്കാം.
ഭർത്താവ് അത് കഴിക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. അല്ലെ? നമ്മളിപ്പോ ഇന്ന് പല രീതിയിൽ ഇപ്പോ നമുക്ക് ഈവൻ നമുക്കത് പറയാം. എന്താണ് ഒരു കാമുകി കാമുകന്മാരുണ്ടായിരുന്നു. അവര് എന്താണ് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ഒരു സംഭവമൊക്കെ നമുക്കറിയാം. അതുപോലും കുടിച്ചത് വിശ്വാസത്തോടെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഓരോ വിഷയത്തിലും നമുക്ക് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഔട്ടർ സിസ്റ്റത്തിൽ ഈ ബിലീഫ് സിസ്റ്റം ഒരുപാട് രീതിയിൽ പല രീതിയിൽ നമുക്ക് പല വെർട്ടിക്കലിൽ പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം പോകുന്നത് നമ്മൾ ഇന്നർ ബിലീഫ് സിസ്റ്റത്തിന്റെ ഒരു റിഫ്ലക്ഷനിലൂടെ ആയിരിക്കും. നമ്മൾ ഇന്നർ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണോ അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മൾ പുറത്തോട്ട് ആ ബിലീഫ് സിസ്റ്റം കൊടുക്കുന്നത്. മറ്റൊരാളെ വിശ്വസിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നോ, നമ്മളുടെ കാര്യങ്ങളിൽ നമ്മളെ അനുഭവങ്ങൾ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ്, ഇത് എത്രത്തോളം എങ്ങനെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ മറ്റൊരാളിലേക്ക് ഈ ഒരു ബിലീഫ് സിസ്റ്റം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച പാസ്റ്റ് എക്സ്പീരിയൻസ് മോശമാണെങ്കിൽ, ഞാൻ ചെയ്ത ബിസിനസ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, എന്റെ മുമ്പിൽ എന്റെ മക്കൾ ആ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്താ പറയാ? അത് ചെയ്യണ്ട, അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും. അത് എവിടുന്ന ബിലീഫ് സിസ്റ്റം വന്ന്? കുറെ കാലം പല പണിയും ചെയ്തിട്ട് നടന്നിട്ടില്ല, ശരിയായിട്ടില്ല. എന്നിട്ട് ഞാൻ മക്കളുടെ അടുത്ത്, കാരണം എന്റെ ബിലീഫ് സിസ്റ്റം ആണെന്ന് എനിക്ക് അറിയില്ല, അത് എന്റെ ഇന്നർ ബിലീഫ് സിസ്റ്റം കൊണ്ടാണ് അത് ശരിയാവാത്തത്. അത് അവന്റെ ഇന്നർ ബിലീഫ് സിസ്റ്റം നല്ലതാണെങ്കിൽ അവൻ ആ ബിസിനസ് ചെയ്യാൻ പറ്റും. ഈ ബോധ്യം ഇല്ല നമുക്ക്. കാരണം നമ്മളുടെ ചിന്തകളും അയാളുടെ ചിന്തകളും വ്യത്യാസമുണ്ട്. നമ്മളെ ചിന്തകളും നമ്മളെ ഫീലിങ്ങും അതുപോലെ തന്നെ മക്കൾക്കും ചിലപ്പോൾ ചില ആളുകൾ പാരന്റ്സ് കൊടുക്കും. അതേ ചിന്തകളും അതേ ഫീലിങ്സും മക്കളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പാരന്റ്സ് ഉണ്ടാവും. അതേ ചിന്തകൾ കൊടുത്ത് അതേ ഫീലിങ്സ് കൊടുത്തിട്ട് അവർക്ക് അതേ ബിലീഫ് സിസ്റ്റം അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ ചെയ്ത അതേ പാറ്റേൺ അവരുടെ ലൈഫിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കിത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മുടെ മക്കൾക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവരത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ബിലീഫ് സിസ്റ്റം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളുള്ളിൽ ഈ വിശ്വാസങ്ങളും ചിന്തകളും ഈ ഫീലിങ്സും ഒരു ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. നമ്മുടെ പാരന്റ്സിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സറൗണ്ടിങ്ങിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്, നമുക്ക് അറിവുകൾ വരുന്നതിലൂടെ, സെൻസ് ചെയ്യുന്നതിലൂടെ ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ നമ്മൾ ഈ ചിന്തകളിലേക്ക് എത്തുന്നു, ആ ചിന്തകളിൽ നിന്ന് ഫീലിങ്സിലേക്ക് എത്തുന്നു, അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു, ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു, അതിനുശേഷം ബിലീഫായിട്ട് മാറുന്നു. അപ്പൊ ഈ ബിലീഫിലോട്ട് എത്തുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളും പറയാം. ഈ ബിലീഫിലോട്ട് എത്തുന്ന സമയത്ത് ബിലീഫ് സിസ്റ്റം, ഒരു ബിലീഫ് എന്ന് പറയുന്നത് പ്രോസസ് ലൈക്ക് എ കോഗ്നിറ്റീവ് ലെൻസ് എന്ന് പറയാം. അത് നമ്മുടെ ചിന്തകളെ ഫിൽട്ടർ ചെയ്തിട്ട് കാണിക്കുന്ന രീതിയിലുള്ള സാധനമാണ് ബിലീഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബിലീഫ് സിസ്റ്റത്തിലുണ്ട്, ഈ ബിലീഫ് സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ, ഒരാള് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞു, ഒരു പ്രണയം ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ബ്രേക്കപ്പിന് പ്രധാനപ്പെട്ട കാരണം ഇയാളെ കാണാൻ കൊള്ളില്ല എന്നുള്ളതാണ്. ഇയാള് കാമുകി പറഞ്ഞത് കാണാൻ തീരെ കൊള്ളൂല, ഇയാൾ ഭയങ്കര തീരെ അട്രാക്റ്റീവ് അല്ല എന്നായിരുന്നു റീസൺ. ഈ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവര് ബ്രേക്കപ്പ് ആവും. അങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് മുന്നോട്ട് പോകും. കുറച്ചു കാലം ഇങ്ങനെ പോയി, ഇയാളുള്ളിൽ ഒരുപാട് വിഷമമുണ്ട്, ഇയാൾ പല പരിപാടികൾക്ക് ചെയ്യുന്നു, കള്ളു കുടിക്കുന്നു, പരിപാടി ചെയ്യുന്നു, അങ്ങനെ കുറെ സങ്കടങ്ങളും വിഷമങ്ങളും ഡിപ്രഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കാം. ആ ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇയാൾക്കൊരു ഫംഗ്ഷൻ വരിക. ഈ ഫംഗ്ഷന് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകും. അങ്ങനെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആ ഒരു പാർട്ട്ണർ അട്രാക്റ്റീവ് അല്ല, അതുകൊണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആവുന്നു എന്ന് പറയുന്ന ആ ചിന്തകളെ ഇയാളിലേക്ക് വീണ്ടും വരാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു ഈ ഫംഗ്ഷൻ. കാരണം ആ ഫംഗ്ഷനിൽ നല്ലൊരു വസ്ത്രം ഇട്ടിട്ട് പോകണം. അപ്പൊ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് കണ്ണാടിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഇയാൾക്ക് എന്തോ ഒരു സംഭവം ശരിയാവണില്ല. കാരണം എന്താ അറിയോ? ഇവിടെ നമ്മൾ ആ ചിന്തകൾ ഫീലിംഗ് ആയിട്ട് വരിക എന്ന് പറഞ്ഞില്ലേ, അതാണ് ഫസ്റ്റ് ഇവിടെ നടക്കുക. ചിന്തകൾ ഫീലിംഗ് ആയിട്ട് വരിക. ആ ചിന്തകൾ ഫീലിംഗ് ആയി വരുമ്പോൾ നമുക്ക് അന്ന് അനുഭവിച്ച അനുഭവം ഇവിടെയും വരും. 10 കൊല്ലം മുമ്പ് ബ്രേക്കപ്പ് ആയതായിരിക്കും, പക്ഷെ അന്ന് ഓൾ പറഞ്ഞ വിഷയം എന്ത്? കാണാൻ ലുക്കില്ല എന്നുള്ളത്. നമ്മൾ എത്ര ലുക്ക് ഉണ്ടായിട്ടും കാര്യമില്ല, കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ലുക്കായിട്ട് തോന്നില്ല. കാരണം എന്താണ്? നമ്മൾ ഉള്ളിൽ കിടക്കുന്നത് ആ ചിന്തയാണ്, അന്നത്തെ ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് ആ ഇമോഷനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്നത്തെ ചിന്തകളായിട്ട് ഞാൻ വീണ്ടും മെർജ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതുപോലെ എന്നെ കാണാൻ നോക്കുകയാണ്. കാരണം അതാണ് കോഗ്നിറ്റീവ് ലെൻസ്. ഞാൻ അന്ന് ഒന്നും കൂടി സൂം ചെയ്തിട്ട് ഞാൻ എന്നെ തന്നെ അതേ ആളായിട്ട് കാണാൻ ശ്രമിക്കും. അതാണ് ബിലീഫ് സിസ്റ്റം. കാരണം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാനൊരു ഡ്രസ്സ് ഇടുന്നു, ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഫംഗ്ഷന് പോയി, ഉണ്ടെങ്കിലും ഞാൻ പോയി, കണ്ട എല്ലാരും പറഞ്ഞു അടിപൊളിയാണെന്നുള്ളത്. എല്ലാരും പറഞ്ഞു അടിപൊളി. നമ്മളൊക്കെ ഡ്രസ്സ് എടുത്ത അനുഭവങ്ങൾ നോക്കുക, എല്ലാരും പറഞ്ഞു നല്ല ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, കാണാൻ രസമുണ്ട്. അപ്പോഴൊന്നും ഇയാൾക്ക് സന്തോഷമില്ല.
കാരണം ഇയാൾക്ക് അറിയാം ഇയാൾക്ക് കൊള്ളൂല എന്നുള്ളത്. ലാസ്റ്റ് ഒരാൾ പറഞ്ഞു ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ചേരില്ല കേട്ടോ, അത് ഫിക്സ് ചെയ്ത് ഇയാൾ. അതായത് ഒരു 10 പേര് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞതും ഇയാളുടെ തലയിലൂടെ കയറിയിട്ടില്ല. ആ ലാസ്റ്റ് ഒരാൾ ഇത് രസമില്ല, ഇത് ശരി, ഇത് ചേരുന്നില്ല, അയാൾ വേറെ എന്തോ ഒരു ഹാലിൽ പറഞ്ഞായിരിക്കും, പക്ഷെ ചേരുന്നില്ല എന്നുള്ള വാക്കുണ്ടല്ലോ, അതിനായിരുന്നു അതുവരെ ആ വിശ്വാസം, ബിലീഫ് സിസ്റ്റം, ആ കോഗ്നേറ്റീവ് ലെൻസും വെച്ചിട്ട് ലെൻസ് ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ആരാ എന്താ പറയണത്, എനിക്ക് പറ്റണ തന്നെ പറയണല്ലോ, എന്റെ തോട്ടിൽ എന്റെ ഫീലിംഗ് എന്താണ്, എനിക്കിത് ചേരുന്നില്ല എന്നുള്ളതാണ്. അതിനെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വാട്ട് യു സീക്കിംഗ് ഈസ് സീക്കിംഗ് യു എന്ന് പറയുന്ന ഒരു അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ജലാലുദ്ദീൻ റൂമി പറഞ്ഞ, ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന സാധനമാണ്, വാട്ട് യു സീക്കിംഗ് ഈസ് സീക്കിംഗ് യു. നമ്മൾ എന്താണോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മളെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഈ ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. അതായത് ഇതേപോലെ നമ്മൾ ഈ ഫീലിങ്സും ഇമോഷൻസിനെയും പഴയ കാലത്തെ പഴയ പാസ്റ്റ് എക്സ്പീരിയൻസസിനെ നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത്, നമ്മൾ ഇന്നത്തെ ഒരു പ്രസന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്ന് നമ്മൾ അനുഭവിച്ച അതേ ഇമോഷനെ നമ്മൾ ഇപ്പോഴും അത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ശരി. ആ റീക്രിയേറ്റ് ചെയ്തതിലൂടെ വീണ്ടും നമ്മൾ ആ ചിന്തകൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ നമുക്കതൊരു വിശ്വാസമായി മാറുന്നു. ആ ചിന്തിച്ചതെല്ലാം ശരിയാണ് വിചാരിക്കുന്നു. അതോടെ തന്നെ നമ്മൾ എന്തൊക്കെയാ മനസ്സിലാക്കുന്നത്, എന്നെ ആർക്കും വിലയില്ല, ഞാൻ തീരെ കൊള്ളൂല, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ അത് ചെയ്താൽ ശരിയാവില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് ലാസ്റ്റ് ഇങ്ങനെ വരുള്ളൂ, ഞാൻ അപ്പോഴേ തീരുമാനിച്ചാണ് ആ കാർ കയറിയേ ഇങ്ങനെ വരുള്ളൂ എന്നുള്ളത്. അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളില് നമ്മളുടെ ഒരു അനുഭവം, ഒരു ഫീലിംഗ് നമുക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തോട്ട് നമ്മൾ അപ്പൊ തന്നെ പ്രോസസ് ചെയ്തു. ഒരു ഇമോഷൻസ് വരുമ്പോ അപ്പൊ ഒരു കല്യാണം മുടങ്ങിയത് എനിക്ക് അപ്പോഴേ ഉറപ്പിയത് അങ്ങനെ വരുള്ളൂ. കാരണം എന്താ, അന്ന് ഇങ്ങനെ സംഭവിച്ചത്, അന്ന് ഇങ്ങനെ സംഭവിച്ചില്ല, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണ്. ഇതൊരു ബിലീഫ് സിസ്റ്റമാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്, അങ്ങനെ അനുഭവം വന്നപ്പോൾ നമുക്ക് തോട്ട് വന്നു എന്നുള്ളതല്ല, ഓൾറെഡി ആ തോട്ടും ഫീലിംഗും ഉള്ളിൽ കിടക്കുന്നുണ്ട് ബിലീഫായിട്ട്, അതുകൊണ്ട് അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ലൈഫിൽ വീണ്ടും വീണ്ടും അടുത്ത അതേ പാറ്റേണുകളുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ ഒന്നാണെങ്കിൽ അടുത്ത സിറ്റുവേഷൻ ഒക്കെ മാറും, ആളുകളൊക്കെ മാറും, ഒരേ പാറ്റേണിലെ പ്രശ്നമായിരിക്കും. വീണ്ടും കുറെ കാലം കഴിയും, ആളുകളൊക്കെ മാറും, സിറ്റുവേഷൻ ഒക്കെ മാറും, ഒരേ പാറ്റേണിലെ പ്രശ്നമായിരിക്കും. കാരണം എന്താ, ഇതേ സാധനം വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, അതേ സാധനം വെച്ചിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ സാധനമാണ്, ഈ ബിലീഫ് സിസ്റ്റമാണ് എന്നെ ഇങ്ങനെ തള്ളി വിടുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തും നമ്മൾ എന്താണ് കൊച്ചിനെ യൂണിഫോം പറയും, എന്തോ ഒരു സൈഡ് വലിവ്, എങ്ങനെ നമുക്ക് നേരെ പോയാലും ഒരു സൈഡ് വലിവ് ഉണ്ടാവും. ആ സൈഡ് വലിവ് എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്ക്. കാരണം നമ്മൾ ഉള്ളിൽ കിടക്കുന്ന കനം എന്ന് പറയുന്നത് ആ സൈഡിലോട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. കാരണം നമ്മളെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് ആ രീതിയാണ്. അതാണ് നമ്മൾ വന്നത് ആ ഒരു അങ്ങനെയുള്ള വാട്ട് യു സീക്കിംഗ് ഈസ് സീക്കിംഗ് യു, നമ്മൾ എന്ത് അന്വേഷിക്കുന്നു അത് നിങ്ങളെയും അന്വേഷിക്കുന്നു എന്ന രീതിയിലേക്ക് നമ്മുടെ വിശ്വാസങ്ങൾ മാറി തുടങ്ങും. അപ്പൊ അത് ശരിക്കും നമ്മളിപ്പോ ആ വിശ്വാസത്തെ പറ്റി മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ പറയുന്ന ടോപ്പിക്ക് ഞങ്ങോട്ട് പോകുന്നതോടെ അത് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എന്ന് പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിലീഫ് സിസ്റ്റംസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അതിലോട്ടൊക്കെ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോ എന്താണ് ഫീലിംഗ്, എന്താണ് ഇമോഷന്, എങ്ങനെ ചിന്തകളായിട്ട് അത് സൈക്കിളായി മാറുന്നു, അത് ഒരു ബീയിങ് ഓഫ് യുവർ സെൽഫ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ നിന്ന് അത് എങ്ങനെയാണ് റിപ്പീറ്റഡ്ലി നമ്മൾ ആ ഇമോഷൻസ് കിട്ടി അത് നമ്മൾ ആ ബ്രേക്കപ്പ് ആയ അനുഭവം നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിന്റെ ഇമോഷൻസും വീണ്ടും പേറി നമ്മൾ മനസ്സിലാക്കുകയാണ്, ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നുള്ളത്. അതാണ് ആ ട്രൂ. അത് പിന്നെ ബിലീഫായി മാറുകയാണ്. പിന്നെ എങ്ങനെ പോയി കഴിഞ്ഞാലും ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാൾ. അപ്പൊ ഇവിടെ ഇതേ അനുഭവങ്ങൾ തന്നെ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടാവാം. കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഇതിൽ കേട്ട ഒരുപാട് ആളുകൾ, അതായത് ചെറിയ കുട്ടികളാവുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾ പറയും, നമ്മൾ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് തോട്ടിൽ വാരിയെടുത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ കൊട്ടയിൽ നിന്ന് വാരിയെടുത്താണ്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനൊക്കെ പറയുന്ന വാക്കുകൾ ഉണ്ടല്ലോ, പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ തമാശകളാണെങ്കിൽ പോലും അതെല്ലാം റിപ്പീറ്റഡ്ലി പറയുമ്പോൾ ആ ചിന്ത കുട്ടി, നമ്മൾ ഒറ്റ തവണ ഇട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ, കുട്ടിക്ക് ഫീൽ ചെയ്തത് ഒരു തവണയായിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുത്ത ചിന്ത കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന ഒരു തവണയായിരിക്കും. ആ ഫീൽ ചെയ്ത ഫീലിംഗ് ഉണ്ടല്ലോ, ഇമോഷൻ, ആ ഇമോഷൻ കുട്ടിയുടെ അന്ന് രാത്രി കിടക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ വീണ്ടും ചിന്തയായിട്ട് മാറും. പിന്നെ അത് സൈക്കിളാണ്. പിന്നെ നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം വീണ്ടും ഇമോഷൻ ആയിട്ട് വരും, വീണ്ടും ചിന്തകൾ വരും.
വീണ്ടും ഇമോഷനായിട്ട് വരും, ചിന്തകളായിട്ട് വരും. അങ്ങനെ പോകുമ്പോൾ മെല്ലെ മെല്ലെ കുട്ടിക്ക് തന്നെ തോന്നും, ഞാൻ ഇവിടെ ഉള്ളതല്ലേ, എന്നോട് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്താ മീൻ പൊരിച്ചത് എനിക്ക് മാത്രം ചെറിയ പീസ്, ഓൾക്ക് മാത്രം എന്താ വലിയ പീസ്, വെറുതെ തോന്നുക. കാരണം കുറച്ച് ദിവസം ഈ ചിന്തയും ഈ ഫീലിംഗും ഇങ്ങനെ വരികയാണ്. മെല്ലെ 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 പോയപ്പോ പിന്നെ ഓൾക്ക് കൊടുക്കുന്നത് കൂടുതലും എനിക്ക് തരുന്നത് ചേർത്തും. അച്ഛൻ എന്നോട് വല്ലാണ്ട് നോക്കുന്നില്ല, ഓളെ മാത്രമേ നോക്കൂ, അല്ലെങ്കിൽ ഓനോട് മാത്രമേ വലിയ പ്രശ്നമുള്ളൂ. ആൺകുട്ടി ആകുമ്പോൾ ഓനോട് വലിയ, പെൺകുട്ടി ആയതുകൊണ്ട് ഇന്ന ഒരു കാര്യമില്ല. ഇങ്ങനെ തുടങ്ങി നമ്മൾ തന്നെ നമ്മളെ മനസ്സിനെ നമ്മൾ പല വിഷയത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മുറിച്ച് 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 നമ്മൾ ആ ഇമോഷൻസിനെ അങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇമോഷൻസ് ബിലീഫായിട്ട് മാറും. ആ വിശ്വാസത്തിലൂടെ പിന്നെ അയാൾ എന്ത് ചെയ്താലും എവിടെ എത്തിയാലും അയാൾക്ക് ഗുണം പിടിക്കാൻ സക്സസ് ആവില്ല അയാളെ കൊണ്ട്. പറയുമ്പോൾ നമുക്ക് ചെറിയ അനുഭവമായിട്ട് തോന്നുക, പക്ഷെ ഇത് എത്ര വർഷങ്ങളായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ്ലിയും ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 30 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 40 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ എന്താ ഇപ്പൊ ഗുണം പിടിക്കാത്തത് അല്ലെ? നമ്മളിങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്ത് എന്നിട്ട് എവിടെ എത്തണില്ല, എന്താ എത്താത്തത്? നമ്മളുള്ളിൽ നമുക്ക് എവിടേക്കോ ഒരു സൈഡ് വലിവുണ്ട്. ആ സൈഡ് വലിവിനെ നമുക്ക് കാണാൻ പറ്റണം. നമ്മൾ എവിടേക്കോ അറിയാണ്ട് ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട്. ആ വലിഞ്ഞു പോകുന്നതിന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റണം. അപ്പൊ അതിലൂടെയാണ് ഈ ചിന്തകളിലൂടെ ബിലീഫ് സിസ്റ്റത്തിലൂടെ എത്തി, ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് എന്ത് തരം ബിലീഫാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമ്മൾ അതിന് പ്രോഗ്രാം ചേഞ്ച് ചെയ്ത് അയാളെ മാറ്റുമ്പോഴാണ് അയാൾക്ക് ആ ഒരു ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുന്നത്, വിസ്ഡം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാര്യങ്ങൾ ക്ലാസ് മനസ്സിലായോ? പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഒരു ചിത്രങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് പിന്നെ PPT ഒക്കെ പ്രസന്റ് ചെയ്ത് ഇങ്ങനെ വരണം. അതായത് എല്ലാത്തിനും PPT നമുക്ക് പ്രസന്റ് ചെയ്യാനും വകുപ്പില്ല. കാരണം ഈ ക്ലാസ് ഒന്നും നേരത്തെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതല്ല. നമ്മൾ സ്പോട്ടിൽ തന്നെ ഇന്നലെ രാത്രി ആകുമ്പോഴാണ് ഞാൻ ടോപ്പിക് കൊടുക്കുന്നത്. കാരണം അതിന്റെ ബാക്കി അത് നമ്മൾ ഇന്ന് പറയാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാനൊക്കെ പറ്റുന്ന സാഹചര്യം ആകുമ്പോഴേ നമുക്ക് PPT ഒക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ശരിക്കും ഓഫ്ലൈൻ നമുക്ക് പറ്റുള്ളൂ. കാരണം ഓഫ്ലൈൻ ആകുന്ന സമയത്ത് നമുക്കത് വരച്ചും ചില ചില കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ പറ്റും. ഇവിടെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞേ പറ്റും. എക്സാമ്പിൾസിലൂടെ മാത്രമേ നമുക്ക് ഒരു കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ എല്ലാവർക്കും അത് മനസ്സിലായോ? കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം. മനസ്സിലായി സർ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. യെസ്. ഇപ്പൊ നമ്മളെ സാർ പറഞ്ഞല്ലോ, നമ്മളെ കുട്ടികളുടെ ഉള്ളില് അങ്ങനെ നമ്മൾ ഒരു ചില ചിന്തകൾ കൊടുക്കുന്നപ്പം തന്നെ വേറെ എവിടുന്നോ കിട്ടിയതാണ്, തോട്ടുന്ന് കിട്ടിയതാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അവരെ മനസ്സിൽ സാർ പറഞ്ഞല്ലോ അത് അവിടെ ഒരു ഇതായിട്ടുണ്ടാവുന്ന ഫീലിങ്സ്, ചിന്തകള് ഫീലിങ്സ് ആയിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു അത് ചിലപ്പോ കുട്ടികൾ തമ്മിൽ പറയുന്നവരും മൂത്തവരും താഴെയുള്ളവരും തമ്മിൽ പറയുന്ന ഒരു സംഭാഷണമായിരിക്കും. അത് അവരെ ഉള്ളില് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ പിന്നെ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കാൻ പറ്റുക? അത് ഞാൻ എപ്പോഴും പറയുന്ന അത് എന്താണ്, കുട്ടികളെ കാര്യത്തില് അങ്ങനെ സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ സിംറ്റംസ് വെച്ചിട്ടാണ് നോക്കുക. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ പാരന്റ് പറയാണ്, ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് അങ്ങനെയൊക്കെ നമ്മളാരും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അനിയത്തിമാരോ അല്ലെങ്കിൽ കുടുംബ കസിൻസോ സിബ്ലിങ്സോ ചിലപ്പോൾ പുറത്തുള്ള ആളുകളോ സ്റ്റുഡൻസോ ഒക്കെ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വാക്ക് പറയുന്നുണ്ടോ നോക്കി. അതായത് എന്നെ എന്നെ തീരെ നോക്കുന്നില്ലല്ലോ, എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ, എന്നെ അമ്മക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ, എന്നെ അച്ഛന് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ, ഞാൻ അങ്ങനെയുള്ള വാക്കുകൾ കുട്ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. എന്നെ ശരിക്കും ഇഷ്ടമാണോ, എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ? ഇതൊന്നും കുട്ടികൾ പ്രത്യേകിച്ച് ഒരു 5 വയസ്സിനോ 6 വയസ്സിലോ ഒരു 10 വയസ്സിനുള്ളിലൊന്നും കുട്ടികൾ റിപ്പീറ്റ് ചെയ്യപ്പെടേണ്ട ചോദ്യങ്ങളല്ല ഇതൊന്നും. അവരുള്ളിൽ, കാരണം അവർ ഓൾറെഡി ഈ സ്നേഹം, ലവ് എന്ന് പറയുന്നത് ആ കുട്ടിയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ കുട്ടിയെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. അപ്പൊ കുട്ടിക്ക് അത് മനസ്സിലാവാതെ കുട്ടി അതിങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ എന്നൊരു പറയുന്ന ഒരു വിശ്വാസം ഉണ്ട് എന്നാണ്. കുട്ടിക്ക് ഞാൻ ഇവിടെ എന്തോ ഒരു അധികപ്പറ്റാണ്, ഞാൻ ഇവിടെ എന്തോ ഒരു എക്സ്ട്രാ ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ ചോദ്യം വരുന്ന. കുട്ടിക്ക് വാലിഡേറ്റ് കുട്ടി സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറ്റൻഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം അറ്റൻഷൻ സീക്കിങ്ങിനെയും വാലിഡേഷൻ സീക്കിങ്ങും കുട്ടിയിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് പ്രായത്തിനനുസരിച്ചാണ്. 10 വയസ്സിനുള്ളിലൊക്കെയാണ്, 7 വയസ്സിന്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ തന്നെ കാര്യമായിട്ടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും കൊടുത്ത് കുട്ടിയെ നല്ല രീതിയിലുള്ള അവയർനെസ് കൊടുപ്പിക്കാനാണ് നമ്മൾ ചെയ്യുക. യെസ്, ചൈൽഡ്ഹുഡ് ട്രോമ ഹീലിംഗ്, യെസ് ഡെഫിനറ്റ്ലി. അപ്പൊ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്ന് പോയിട്ട് ചെയ്യാണ്. അത് പാരന്റ്സിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറുള്ളത്. ഒരു 10 വയസ്സിന് താഴെയൊക്കെ ആണെങ്കിൽ
അതൊരു 7 വയസ്സിന് താഴെയാണ്. 7 വയസ്സിന് മേലെ, 10 വയസ്സിന് മേലെ, 15 വയസ്സിനൊക്കെ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളിലേക്ക് തന്നെ നമ്മൾ ഹീലിംഗ് കൊടുക്കുക. കാരണം ആ ഹീലിംഗ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെത്തേഡുകളാണ് നമ്മൾ ഈ പറയുന്നത്. കാരണം ഇപ്പൊ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും കുട്ടിക്ക് ആ ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതിനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിന്തകളെ പറ്റി പറഞ്ഞു, ഫീലിങ്സിനെ പറ്റി പറഞ്ഞു. ഈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആദ്യം മനസ്സിലാക്കണം. ആ ചോദ്യം നമുക്ക് ക്ലിയർ ആണെങ്കിലേ ഇത് എങ്ങനെ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുള്ളൂ നമുക്ക്. അപ്പൊ ഫസ്റ്റത്തെ ഭാഗം ക്ലിയർ ചെയ്തോ എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. എങ്ങനെ ഹീൽ ചെയ്യണം എന്നുള്ളത് അതിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അത് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ മെത്തേഡിലൂടെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അത് CBT തന്നെയാണ് പൊതുവെ നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി തന്നെയാണ്. അത് തന്നെ മൈൻഡ് റീകൺസ്ട്രക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡ്, ഇതിലൂടെ ഒക്കെ തന്നെയാണ് ആ ഹീലിംഗ് നടക്കുക. ഓക്കെ സർ, താങ്ക് യു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് ഈസ് സീക്കിംഗ് യു എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മളത് യാഥാർത്ഥ്യമാണ് അല്ല, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടാണല്ലോ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ നമുക്കത് കിട്ടാൻ. അപ്പൊ അത് ഈ കൺഫർമേഷൻ ബയസ് ആണോ അത്? ആണ് ഒരു പരിധി വരെയൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു എന്താണ് ഇപ്പൊ ഇവിടെ ഇതിനെ നമ്മളിപ്പോ ഒരു കാര്യത്തെ നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത്. പല കാര്യങ്ങളും ഒരു മിസ്റ്റിക് സിസ്റ്റം അവിടെ ഉണ്ടാവും, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിസ്റ്റം അവിടെ ഉണ്ടാകും. കാരണം നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാനൊരു കാര്യത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെന്റെ ഫീലിങ്ങിലോട്ട് വരുന്നുണ്ടോ? മൈൻഡിനെ ഒരു എന്താണ് ഒരു പരിധി വരെ മൈൻഡിന്റെ സ്റ്റഡീസ് എല്ലാം ഇൻഡിവിജ്വൽ ഓറിയന്റഡ് ആണ്. ഒരു മനുഷ്യനെ നമ്മൾ വ്യക്തിപരമായുള്ള കാര്യങ്ങളിലൂടെ, അയാളുടെ ലൈഫ് സ്റ്റൈലിലൂടെ, അയാളിലൂടെ നമ്മൾ പലതരത്തിലുള്ള ബയസുകൾ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഫീലിംഗ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇമോഷൻസും ചിന്തകളും തമ്മിലുള്ള കണക്ഷനും അതിന്റെ സെർവിങ്ങും. അപ്പൊ അതിലൂടെ നമ്മുടെ ഒരു ടോപ്പ് ലെവൽ ബിലീഫ് സിസ്റ്റത്തിലോട്ട് ഒരു കാര്യം നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ്, ട്രോമകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സറൗണ്ടിങ്ങിലുള്ള ഇൻഫ്ലുവൻസസിലൂടെ നമ്മളിലേക്ക് വരുന്ന ചിന്തകളും ഫീലിങ്സും ബിലീഫായിട്ട് മാറുകയും ആ വിശ്വാസം ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്നാണ്, അല്ലെങ്കിൽ ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ, ഞാൻ ഇവിടെ അധികപ്പറ്റാണ്, അല്ലെങ്കിൽ ഐ ആം നോട്ട് വേർത്തി ഇനഫ്, ഞാൻ ഇന്ന വാല്യൂ ഇല്ല, ആർക്കും ഒരു വാല്യൂ ഇല്ലാത്ത ഒരാളാണ് ഞാൻ, ഐ എം നോട്ട് ലവബിൾ, ഞാൻ സ്നേഹിക്കപ്പെടേണ്ട ഒരാളല്ല, എനിക്ക് സ്നേഹമില്ല, എനിക്ക് സുഹൃത്തുക്കളില്ല എന്ന് പറയത്തക്ക ഈ പറയുന്ന പല ഇമോഷൻസ് ഈ പല ബിലീഫ് സിസ്റ്റത്തിലാണ് നിൽക്കുന്നെങ്കിൽ അതിനനുസരിച്ച്, പ്രത്യേകിച്ച് എനിക്ക് എന്നെ സ്നേഹിക്കാൻ ഞാൻ സ്നേഹിച്ച ആളുകളൊക്കെ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഒരു ബ്രേക്കപ്പ് പറ്റി, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റി, വീട്ടിൽ നിന്നാണെങ്കിൽ ആരും എന്നോട് അങ്ങനെ കണക്റ്റഡ് അല്ല എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു കൂട്ടത്തിൽ ചേരാൻ കിട്ടൂല. കാരണം ഒരു കൂട്ടത്തിലോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം ഇയാൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അയാളുടെ ഫീലിങ്സ്, ആ ഇമോഷൻസ് തന്നെയാണ് തോട്ടും. ഇതന്നെ ഈ ഒരു സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കോഗ്നിറ്റീവ് ലെൻസേ ഉണ്ടാവുള്ളൂ. ആ ചിന്തകളിലൂടെ മാത്രമേ മറ്റൊരാളെ അയാൾക്ക് കാണാൻ പറ്റുള്ളൂ. അയാളുടെ ഉള്ളിൽ എത്രത്തോളം ആണ് ഏത് വിഷയത്തിനോട്ടാണ് ക്രേവ് ചെയ്യുന്നത്, ആ ക്രേവ് ചെയ്യുന്ന വിഷയം മാത്രമേ അയാൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഒരുപാട് പേഷ്യൻസ് തന്നെ, ഡോക്ടർ എനിക്ക് ക്രൗഡിൽ പോയി തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ്? അപ്പൊ ഞാനിങ്ങനെ ജേർണൽ എഴുതാൻ പറയുന്ന സമയം ആ ചിന്തകളിൽ മൊത്തം വരുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കാം, വാട്ട് ദേ തിങ്ക്, അവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഞാനിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ അവരെന്റെ ലുക്ക് നോക്കുന്നില്ലേ, ഞാനൊരു പൊട്ടനാന്ന് വിചാരിക്കൂലേ, എനിക്ക് പറയുമ്പോൾ അത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കാലമായിട്ട് ആ പറഞ്ഞ് ശീലിച്ച ഒരാൾക്ക് ഫീലിംഗ് വരാൻ തുടങ്ങി, അതായത് ഇമോഷൻസ് വരാൻ തുടങ്ങി. എവിടെയും പോകുന്ന സമയത്ത് അയാൾക്ക് ഭയങ്കര ഒരു മസിൽ പിടിക്കുന്നു, മുഖം കൂടി വരുന്നു, അങ്ങനെയൊക്കെ വരാൻ തുടങ്ങുക. കാരണം കുറെ കാലമായിട്ട് ഇത് പറഞ്ഞ് അയാളുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ആ റിയാക്ഷനും കൂടെ വന്നോടെ ഇയാൾക്ക് തീരെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റാണ്ടാവുന്നു. അത് മെല്ലെയാണ്, ഒരു 5-6 വർഷത്തിനുള്ളിൽ സംഭവിച്ചൊരു കഥയാണ്. അപ്പൊ ആദ്യത്തിൽ ഇയാൾ പറഞ്ഞ സംസാരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 5-6 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് സുഹൃത്തുക്കൾ ഇല്ല, ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരാൾ ക്രൗഡിലോട്ടോ അല്ലെങ്കിൽ ഈവൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്പേസിലോട്ട് തന്നെ പോയാൽ തന്നെ ആ ചുറ്റുപാടിനെ അയാൾക്ക് ഓർക്കുമ്പോ തന്നെ, വീട്ടിലിരുന്നിട്ട് ഓർക്കുമ്പോ തന്നെ ആ ഫീലിംഗ് കിട്ടുകയും അതേ ഇമോഷൻ വന്ന് തലവേദന വരികയും മസിൽസ് ഒക്കെ ഇങ്ങനെ ക്രാംസ് വരികയൊക്കെ ചെയ്യുന്നു.
അത് എവിടുന്ന വന്നത്? അതേ വിഷയത്തെ വീണ്ടും വീണ്ടും ചിന്തിച്ച് ഒരു ബിലീഫ് സിസ്റ്റം ആക്കി നമ്മൾ അതിനെ തന്നെ അതിനെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ക്ലിയർ. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ, ഇപ്പോ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. ഡോക്ടർ പറഞ്ഞല്ലോ ജേർണലിങ്ങിന്റെ ഡോക്ടർ എന്നെ പ്രാക്ടീസ് ചെയ്യിച്ചില്ലേ. അപ്പൊ ആദ്യത്തേല് എഴുതാൻ നല്ല മടിയുണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് എഴുതി തുടങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് കുറെ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പോയി എന്നായിരുന്നു. എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് നമ്മള് ഇതിങ്ങനെ എഴുതുന്നത് കൊണ്ടിട്ട് നമ്മുടെ തോട്ട്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. കുറെ കാര്യങ്ങൾ, അനാവശ്യ ചിന്തകള് ഒക്കെ നമുക്ക് വീണ്ടും എഴുതി ഇത് നമ്മൾ ഒന്നും കൂടി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇത് അനാവശ്യ ചിന്തകളാണ്. പിന്നെ നമ്മൾ അനാവശ്യ ചിന്തകൾ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങും, എന്തിനാ ഇപ്പൊ ഇത് ചിന്തിക്കണത്. അതുകൊണ്ടുള്ള അങ്ങനെ ആ ഒരു ബോധ്യം വരും. പിന്നെ ഡോക്ടർ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി എന്റെ ലൈഫ് പോണത് എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ധാരണ അതിൽ നിന്ന് കിട്ടി. അത്രേ ഉള്ളൂ. അതെ, അത് നമ്മള് ഒരു ടു ഡു ലിസ്റ്റും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി കുറെ മുമ്പിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ജേർണലിങ്, നമ്മൾ ചിന്തകൾ നമ്മൾ എഴുതി വെച്ചാൽ തന്നെ നമുക്കൊരു പരിധി വരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു സംഭവമായിരുന്നു, ദ ഡയറക്ഷൻ ഓഫ് യുവർ തോട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ചിന്തകൾ ഇത് എങ്ങോട്ടാ പോകുന്നത് അത് നമുക്ക് അറിയാൻ പറ്റും നമ്മളിങ്ങനെ എഴുതി വെക്കുമ്പോൾ. കാരണം നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളൊരു സെൽഫ് ഇല്ലാത്ത ആളുകളൊന്നല്ല. പക്ഷെ എവിടേക്കോ നമ്മൾ നമ്മളെ മറന്ന് ജീവിച്ചു തുടങ്ങി. നമ്മൾ നമ്മളെ തന്നെ ഒഴിവാക്കി എവിടേക്കോ നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നഷ്ടപ്പെട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെൽഫിനെ നഷ്ടപ്പെട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളത് എന്തിനോ വേണ്ടിയിട്ട് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിക്കുന്നത് പോലെ, ഒരു ബിസിനസ്സിനെ ആഗ്രഹിച്ച ഒരാള് ബിസിനസ്സിന് വേണ്ടി മാത്രം ജീവിക്കുന്നത് പോലെ, മറ്റെന്തിനോ വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവങ്ങളായിട്ട് നമ്മൾ ലൈഫിൽ എവിടേക്കോ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മളല്ലാണ്ടായി മാറി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണൊക്കെ. അപ്പൊ നമ്മൾ ആ ചിന്തകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് നമ്മളൊരു തുടക്കത്തിൽ തന്നെ ഒരു കുറച്ചൊക്കെ അവയർനെസ് കിട്ടി നല്ല രീതിയിൽ നമ്മൾ റൂട്ടീൻസ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ജേർണലിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ എന്താണ്, വാട്ട് ആം എന്ന് പറയുന്ന, ഞാൻ എന്താണ് എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടി തുടങ്ങും. അങ്ങനെ കിട്ടി തുടങ്ങുന്നതോടെ തന്നെ ദ ലാംഗ്വേജ് ഓഫ് ഹാർട്ട്, നമ്മൾ ഹൃദയം നമ്മളോട് സംസാരിച്ചു തുടങ്ങുന്ന പറയാം. കാരണം അപ്പോഴേക്കും നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത് ഇത് ശരിയല്ല, ഈ ചിന്ത നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തന്നെ സെൽഫ് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അതിനെ മാറ്റിയിട്ട് വേറെ രീതിയിലേക്ക് ചിന്തിക്കാനും സ്പോട്ടിൽ തന്നെ അത് മാറ്റാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് പറ്റും. അങ്ങനെ അതന്നെ മതി ഒരു പരിധി വരെയൊക്കെ മാറാൻ. പക്ഷെ അതിലും ഡിപ്രസ്ഡ് ആയിട്ട് വരുന്ന, അതിലും ഇൻ ഡീപ്പിലേക്ക് പോയ പല ട്രോമകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ചിലപ്പോൾ തുടക്കത്തിലൊന്നും അത് കാണാൻ പറ്റില്ലെങ്കിൽ മെല്ലെ മെല്ലെ ആ ജേർണലിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മെല്ലെ 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 അതെല്ലാം പുറത്ത് ചാടി ഇങ്ങനെ വരും. സാർ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളെ മനസ്സിലേക്ക് നമുക്കൊരു ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഒരു ബ്രേക്കപ്പ് അല്ല, ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മളെ തോട്ടിലേക്ക് ആ കാര്യങ്ങൾ മാത്രമാണല്ലോ വരിക. എത്ര അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും ആ തോട്ട്സ് മാത്രം വരുന്നത്. അങ്ങനെ ആ തോട്ട്സിനെ ഒഴിവാക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ തോട്ട്സ് നമ്മൾ ഒഴിവാക്കാൻ ശരിക്കും നമ്മൾ എത്ര ഒഴിവാക്കിയിട്ട് അതിന്റെ വീണ്ടും വരുന്നു പറഞ്ഞില്ലേ, അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ഇത്രയും നേരം പറയുന്നത്. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും വന്നത്? അതാണ് ആ ഇമോഷൻ അതായത് നമുക്ക് എന്നോ സംഭവിച്ച ഒരു ട്രോമ, എന്നോ സംഭവിച്ച ഒരു ഡിപ്രഷൻ. ആ ഡിപ്രഷൻ നമ്മൾ വീണ്ടും എന്നും ആലോചിക്കുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. ശരിക്കും അന്ന് മുതലേ അത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അന്ന് മുതലേ നമ്മൾ ആ തോട്ട് ഇപ്പൊ ഒരു 5 വർഷമായി തന്നെ വെച്ചോ, 5 വർഷമായിട്ട് അത് ഹാബിറ്റാണ് നമ്മളുടെ. ആ ചിന്തകൾ നമുക്കൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ആലോചിക്കുമ്പോൾ ആ ഇമോഷൻ അതേപടി നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അന്ന് അനുഭവിച്ചതിനേക്കാളും ചിലപ്പോൾ അതിനേക്കാളും ആയിരിക്കും. അന്ന് അനുഭവിച്ചതിനേക്കാളും നമുക്ക് ഇന്ന് സങ്കടം ഉണ്ടാവും. ചിലപ്പോൾ അന്ന് നമ്മൾക്ക് ആ ഒരു ബ്രേക്കപ്പ് ആണെങ്കിൽ ബ്രേക്കപ്പ്, അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് തകർന്നു പോയതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുട്ടികളുടെ വിഷയത്തിലാണെങ്കിൽ അങ്ങനെ, നമ്മൾ ലൈഫിലാണെങ്കിൽ അങ്ങനെ, എന്തെങ്കിലും ഒരു വിഷയം, ഒരു അനുഭവം ട്രോമ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ 5 വർഷം മുമ്പ് അനുഭവിച്ച ട്രോമ ഉണ്ടല്ലോ, ചില ആളുകൾക്ക് അന്ന് അനുഭവിച്ചതിനേക്കാളും വേദനയായിരിക്കും ഇന്ന് അതിനെപ്പറ്റി ആലോചിക്കും.
അതിന്റെ കാരണം എന്താ വെച്ചാൽ അന്ന് സ്ഥിരമായ ആ തോട്ട് അന്ന് മുതലേ വന്ന് ഇമോഷൻസ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് അന്നുള്ള അതേ അനുഭവത്തിനേക്കാളും കൂടുതലേക്ക് എത്തിയിട്ടുണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ചിന്ത നമുക്ക് റിപ്പീറ്റ്, ആ ഇമോഷൻ, ദ ഫീലിംഗ്, ദ തോട്ട് ആൻഡ് ഫീലിംഗ് ഒരേ മെർജ് ചെയ്ത് പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് ഒരേപോലെ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആയിരുന്ന ഒരു ലൂപ്പ് പോലെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും നമ്മൾ. എന്ത് കാര്യങ്ങളും നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടേ കാണാൻ കഴിയുള്ളൂ, അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റുള്ളൂ. ആ വിഷയം എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ നമ്മൾ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷനെ ഹീൽ ചെയ്യണം. ഇമോഷണൽ ക്ലെൻസിങ് എന്ന് പറയാം. ആ ഇമോഷൻസിനെ ക്ലീൻ ചെയ്യാൻ പറ്റണം നമുക്ക്. ഹൗസ് ക്ലീനിങ് എന്നൊക്കെ പറയുന്ന പോലെ, വീട് ക്ലീൻ ചെയ്യുന്ന പോലെ ആ വീട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ചില കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമായിരിക്കും, ചില കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും, ചില കാര്യങ്ങൾ നമുക്ക് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഒരു പേപ്പർ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. ഈ ലാസ്റ്റ് പറഞ്ഞ ഒരു ആവശ്യമില്ലാത്ത സാധനം നമ്മൾ എന്താ ചെയ്യുക, എടുത്തിട്ട് എറിയും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ആവശ്യങ്ങളുള്ളതുണ്ടാവും, അത്യാവശ്യങ്ങളുണ്ടാവും, ഒരു ആവശ്യമില്ലാത്തതും ഉണ്ടാവും. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതിന് നമുക്ക് ട്രാക്ക് ചെയ്യണം, ആരെ? ചിന്തകളെ ട്രാക്ക് ചെയ്യണം. അങ്ങനെ ചിന്തകളെ ട്രാക്ക് ചെയ്ത് നമ്മൾ ബിലീഫ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി ഇങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാക്കി നമ്മൾ എവിടെ ട്രാപ്പ് ആയപ്പെട്ടിട്ടുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ആ ട്രാപ്പിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മെത്തേഡ്. ആ ഹീലിംഗിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പൊതുവെ ഈ പറയുന്ന എന്താണ് ക്ലീനിങ്, ഇമോഷണൽ ക്ലെൻസിങ്, ഇമോഷണൽ ക്ലീനിങ് എന്ന് പറയുന്ന സാധാരണഗതിയിൽ നമ്മൾ അതിനൊരു റൂട്ടീൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു, അയാളുടെ ഗോൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു, ലൈഫിൽ ഒരു നല്ലൊരു സിസ്റ്റം, അയാളുടെ ഒരു പുതിയൊരു ലൈഫ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുകയാണ്. അതിലൂടെ അയാളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിനെ ഓരോന്നായിട്ട് അഫർമേഷൻസിലൂടെയും മെഡിറ്റേഷനിലൂടെയൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ സർ, ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഒരു 10 ദിവസം മുമ്പുണ്ടായ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്, ആളുടെ അനുഭവമാണ്. അതായത് ആൾക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോ അതായത് നന്നായിട്ട് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്ത്. പക്ഷെ അവര് തമ്മിലുള്ള ചാറ്റിങ് ആളുടെ വൈഫ് കണ്ടു. അപ്പൊ അവര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അത് ആ ഒരു ഫ്രീഡത്തിൽ അവർ സംസാരിച്ചത്. കാരണം ആ വ്യക്തി അവരുടെ നാട്ടില് ഭയങ്കര ആയിട്ടും നന്നായിട്ട് എന്താ പറയാ, അത്യാവശ്യം നല്ല പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ആ വ്യക്തിന്റെ വൈഫ് അത് കണ്ടപ്പോ ഇവര് അടുത്തടുത്ത് ഒരേ നാട്ടുകാരാണ്. അപ്പൊ അവൾക്ക് ഇപ്പൊ അത് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ. ആളാണെങ്കിൽ ഇയാള് ബ്ലോക്ക് ചെയ്തിട്ടില്ല ഇവളെ, പക്ഷെ വൈഫ് അറിഞ്ഞു എന്നുള്ള കാര്യം ഇവളോട് പറയുകയും ചെയ്തു. അപ്പോ ഇപ്പൊ ഇവളെ അലട്ടുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല്, അവർക്ക് ഞാൻ ആള് കാരണം ഒരു മോശമായില്ലേ എന്ന രീതിയിൽ ഭയങ്കരമായിട്ടും അതിങ്ങനെ ആ തോട്ട്സ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കുറെയൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തെങ്കിലും ആ ഒരു തോട്ട് അവളെ ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 10 ദിവസമായിട്ടുള്ള സംഭവം നടന്നിട്ട്. ഇതിന്ന് അവളെ എങ്ങനെ റിക്കവർ ചെയ്യാം? ആ ആളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവളെ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞപ്പോ അവളെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളതാണ്. സർ അതൊന്ന് പറഞ്ഞുതരുമോ? അത് അവയർനെസ് തന്നെയാണ്. അവയർനെസ്സിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് നമ്മൾ കൊടുക്കുന്ന അവയർനെസ്സിനനുസരിച്ചിരിക്കും. അത് മെന്റലി നമ്മൾ ഒരു റീഫ്രെയിം ചെയ്യാന്ന് തന്നെ പറയാം. അതായത് അയാളുടെ ഉള്ളിൽ ആ ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷൻ റീഫ്രെയിം ചെയ്യുന്ന വേണം. അതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമല്ല അത്. കുറേ ഇങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ചെയ്ത് പറയാതെ നമുക്കത് ഒരു മെത്തേഡ് അല്ല അത്. ഓക്കെ, ടൂൾസ് അല്ല, നമ്മളിപ്പോ CBTലൊക്കെ ടൂള് പറയുന്ന പോലെ അങ്ങനെ ഒരു മെത്തേഡ് അല്ല ഞാൻ ചെയ്യാം. മൈൻഡ് ഇപ്പൊ ഇമോഷണൽ ക്ലെൻസിങ്ങിലൊന്നും അങ്ങനെ ഒരു മെത്തേഡ് അല്ല. ഇതൊരു ജേണിയാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ്. ആ ജേണിയിലൂടെ തന്നെ നമുക്ക് അതിങ്ങനെ മെല്ലെ ഹിപ്നോതെറാപ്പി കുഡ് ഹെൽപ്സ് ഇമോഷണൽ ക്ലെൻസിങ്. ഹിപ്നോതെറാപ്പി ചെയ്യുമ്പോൾ ഒരു പരിധി വരെ പറ്റും, NLP ചെയ്യുമ്പോൾ ഒരു പരിധി വരെ പറ്റും. പക്ഷെ കംപ്ലീറ്റ്ലി ഒരു ഹീലിംഗിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന ഈ ആൾക്ക് ഇപ്പോ ചിലപ്പോ ഈ പറയുന്ന രീതിയിലുള്ളൊരു ഇപ്പൊ റീസെന്റ് നടന്നൊരു അനുഭവമാണ്. അയാളുടെ ഹിസ്റ്ററി ഒന്നും അറിഞ്ഞൂടാ, എന്നാലും ഒരു പരിധി വരെ ചെറിയ ചെറിയ തെറാപ്പികൾ തന്നെ മതി. ഹിപ്നോതെറാപ്പിയോ അല്ലെങ്കിൽ NLP പോലുള്ള തെറാപ്പികളൊക്കെ യൂസ് ചെയ്താൽ തന്നെ, ചെറിയ രീതിയിലുള്ള തെറാപ്പികൾ ടൂൾസ് യൂസ് ചെയ്താൽ തന്നെ അത് ക്ലിയർ ആവേണ്ടതാണ്. ജസ്റ്റ് കൗൺസിലിംഗ് ആയാൽ മാത്രം മതി. ഒന്ന് സംസാരിച്ച് ആളുടെ ഗിൽട്ടാണ് അവിടെ ഹേർട്ട് ആയിട്ടുള്ളത്, ഗിൽട്ട് വൂണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഗിൽട്ടിനെ കൃത്യമായിട്ട് ആക്സസ് ചെയ്തിട്ട് അയാളുടെ അതിന് കൃത്യമായ ഒരു അവയർനെസ് കൊടുത്താൽ തന്നെ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിൽ നമ്മൾ ഇൻ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പറഞ്ഞു കൊടുത്തോളം. ബട്ട്
അയാളുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു, അയാളുടെ ഹിസ്റ്ററി എന്തായിരുന്നു, മെന്റൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ടൈപ്പ് ഓഫ് അവയർനെസ് അയാൾക്ക് കൊടുക്കണം എന്ന്. ഓക്കെ ഓക്കെ. കൗൺസിലിംഗ് ഓൾറെഡി ഞാൻ കുറെ ഉള്ളോട് സംസാരിച്ചതൊക്കെയാണ്. പക്ഷെ ആളുടെ ഉള്ളില് ഓക്കെ കുറച്ച് നേരത്തേക്ക് അവള് ഓക്കെ ആവും. പിന്നെ കുറച്ച് അല്ല, കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അവള് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ടൂൾസ് യൂസ് ചെയ്യാം. പക്ഷെ ഞാനീ പറഞ്ഞ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ വേണം. അതിൽ കുറെ കാര്യങ്ങൾ ഇൻഡെപ്തിൽ പോകാനുണ്ട് നമുക്ക്. അയാളുടെ കാരണം ഡിപ്പെൻഡ് അയാളുടെ ഒരു വ്യക്തിയെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ വ്യക്തി എന്താണെന്ന് 100% കിട്ടിയിട്ടാണ് ഞാൻ തന്നെ അതിനെ ഒരു പ്രോസസ് ചെയ്യാം. ഇപ്പൊ എന്റെ അടുത്തൊരു പേഷ്യന്റ് വന്നാൽ തന്നെ എനിക്കൊരു ടൂളൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ ഒരു മെത്തേഡ് അല്ല ഞാൻ ചെയ്യുക. എനിക്കൊരു പേഷ്യന്റ് വന്നാൽ ആ പേഷ്യന്റ് എന്താണെന്ന് കൃത്യമായി പഠിച്ച് അയാളുടെ ഹിസ്റ്ററി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് 2-3 ദിവസം ഞാൻ കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്ത് എന്നിട്ട് അതിനൊരു ഫ്രെയിം ഞാൻ ക്രിയേറ്റ് ചെയ്യും. ആ ഫ്രെയിമിൽ നിന്ന് പിന്നെ അയാൾ എങ്ങനെ പുറത്ത് കിടക്കണം എന്നുള്ള വേറൊരു പ്ലാനിങ്ങിലൂടെയാണ് പിന്നെ ചെയ്യുന്നത്. പിന്നെയാണ് ഹീലിംഗ് ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ മെത്തേഡ് അല്ല നമ്മൾ ചെയ്യുക. ഓരോ ആളുകളും അയാളുടെ മെന്റൽ സ്റ്റെബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അയാളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, അയാളുടെ ലൈഫ് എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ബിലീഫ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, താങ്ക് യു സർ. നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഹെൽപ്പ് ചെയ്യാം. ഹലോ സാർ. യെസ്. ഹലോ. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ സാർ പറഞ്ഞില്ല നേരത്തെ ഇങ്ങനെ ഇപ്പോ ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ പലതും ചെയ്തു നോക്കി എന്നിട്ടും രക്ഷപ്പെടുന്നില്ല, ഒരുപാട് എന്തോ ഒരു സൈഡ് വലിവ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് ഫെയിലായാലും പിന്നെയും അങ്ങനത്തെ ആളുകള് വീണ്ടും പുതിയൊരു സംരംഭത്തിന് ശ്രമിക്കാൻ അവർക്കൊരു മടിയും കാണുന്നില്ലല്ലോ ചില ആളുകൾക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഹാബിറ്റായി മാറിയില്ലേ. അതേ പാറ്റേൺ പ്രശ്നങ്ങൾ അയാൾ വീണ്ടും വീണ്ടും വരുത്തിക്കൊണ്ടേയിരിക്കും. കാരണം അയാൾക്ക് അറിഞ്ഞുകൂടാ. ഒരു വിശ്വാസത്തിലാണ് പ്രശ്നം വന്ന് വിചാരിച്ചോ. ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് പ്രശ്നമായി, അയാൾക്ക് പൈസ തിരിച്ചു തന്നില്ല, അയാൾ ഭയങ്കര പ്രശ്നമൊക്കെ കൊടുത്ത് വലിയ പ്രശ്നമായി വിചാരിച്ചോ. ഒരു 4-5 കൊല്ലമായിട്ട് ഇയാളെ അയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും, അവിടെ ഇയാൾക്ക് പൈസ തിരിച്ചിട്ട് ആ പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്തോണ്ടേയിരിക്കും. അത് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തോണ്ടേയിരിക്കും നമ്മുടെ ലൈഫിൽ. അത് വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണോ സാറേ? എങ്ങനെ? അയാളുടെ ആ വിശ്വാസം അയാൾക്ക് ഒന്നും കൂടി റീഇൻഫോഴ്സ്ഡ് അതെ, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് എന്റെ ഒക്കെ ലൈഫിൽ തന്നെ ഞാൻ അനുഭവിച്ചുള്ള കാര്യമാണ്. അതായത് ചില ആളുകൾ പറയും, എങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കുക, ചോദിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെ കൊടുക്കാതിരിക്കുക, അതാണ് ആ വിശ്വാസം കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാൻ കിട്ടൂല, ഇവർക്ക് പ്രശ്നമുണ്ട്, ആ കെട്ടേണ്ടി വരും, അടുത്ത മാസം പൈസ കിട്ടണം. ഓൾറെഡി 2-3 ആൾക്കാർ കൊടുത്തിട്ട് പ്രശ്നമായി കിടക്കുകയായിരിക്കും. എന്നാലും കയ്യിലുണ്ടാവും, ഒരാൾ ചോദിച്ചു എങ്ങനെ കൊടുക്കാണ്ടിരിക്കാന്ന് വിചാരിച്ചിട്ട് പോകും. കാരണം ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഭയങ്കര ഗിൽറ്റ് ആയിരിക്കും. കണ്ടില്ലായിരുന്നു, വേണ്ടി ഞാൻ ആ സമയത്ത് എന്തോ വിചാരിച്ച് കൊടുത്തു, ഇനിയിപ്പോ ഒരു ആവശ്യത്തിന് കിട്ടൂലല്ലോ. ഇതിന് വിശ്വാസം, ആവശ്യത്തിന് കിട്ടൂല എന്നുള്ള വിശ്വാസം ഉണ്ട് ആൾക്ക്, എന്നിട്ടാ കൊടുക്കുന്നത് തന്നെ. അപ്പൊ ഇതിനെ വീണ്ടും വീണ്ടും അത് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കും അടുത്ത അനുഭവങ്ങൾ. അതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്, ആ ചാനൽ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനാദ്യം ഇയാൾക്ക് ആ കോൺഷ്യസ്നെസ് വരണം, ഈ ഒരു പാറ്റേൺ എനിക്കുണ്ട്, ഇങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം എനിക്കുണ്ട്, അതുകൊണ്ടാണ് അത് വീണ്ടും വരുന്നത്. സോ അതിനെനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് അയാളെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ അവയർനെസ്സിലൂടെ കൊടുക്കുന്നത്. ആ അവയർനെസ്സിലൂടെ അത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഹലോ, കേൾക്കുന്നില്ലേ? നിങ്ങൾ പറഞ്ഞ അനുഭവം എന്തായിരുന്നു? അനുഭവം എന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. അല്ല, ഞാൻ ചോദിച്ചത് ഇതാണ്, ഇപ്പോ ബിസിനസ് അങ്ങനെ ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നു, ഫെയിൽ ആവുന്നു, വീണ്ടും വേറെ പുതിയതോ ഒരെണ്ണം തുടങ്ങുന്നു. അപ്പം ഇത് അവർക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അവരുടെ ചുറ്റുമുള്ള ബാക്കി എല്ലാവർക്കും, അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്കും ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് ഇതിൽ സക്സസ് ആവൂല ഒരിക്കലും, കാരണം ആൾക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആൾക്ക് മാത്രം അത് മനസ്സിലാവില്ല. വീണ്ടും വീണ്ടും പലതിനും ശ്രമിച്ചുകൊണ്ടിരിക്കും, പലതും ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് ഫിനാൻഷ്യലി ഭയങ്കര ലോസ് ആണല്ലോ ഇതിലൊക്കെ. അതായത് ചെയ്യുന്നവര് മാത്രമല്ലല്ലോ, അത് അനുഭവിക്കേണ്ടി വരിക ചെയ്യുന്ന ആള് മാത്രമല്ല. തീർച്ചയായിട്ടും അതിന് ആ ചുറ്റുപാടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും, അയാൾക്ക് മാത്രമേ മനസ്സിലാവാണ്ടിരിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ നമുക്കൊരു പാറ്റേൺ ഉണ്ടെന്ന് വിചാരിച്ചോ. നമുക്കൊരു ഗിൽറ്റിന്റെ പാറ്റേൺ ആയിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക, ട്രസ്റ്റിന്റെ പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക, ഏതെങ്കിലും ഒരു വൂണ്ടിന്റെ പാറ്റേൺ നമുക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ ഒരു പാറ്റേൺ നമുക്ക് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പൊ എനിക്കൊരു എവിടെ പോയാലും റിലേഷൻഷിപ്പ് ബ്ലോക്കുള്ള ഒരാളാണ് ഞാൻ വിചാരിച്ചോ. അപ്പൊ ഞാനൊരു ആദ്യം ഒരു പ്രണയം ഉണ്ടാവുന്നു, അവിടെ ബ്ലോക്ക് വരുന്നു,
ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് എനിക്കൊരു തേപ്പ് കിട്ടി ഞാൻ അകലമ്പായി പോകുന്നു. ഞാൻ ഭയങ്കര ഒരു എന്താണ് എന്നെ തന്നെ ഒരു സെൽഫ് ക്രിറ്റിസിസം ഒക്കെ ചെയ്ത് ഞാൻ ഭയങ്കര ഒരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് പോകുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഓവർകം ചെയ്ത് സെറ്റ് ചെയ്ത് പിന്നെയും വരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അടുത്തൊരു പ്രണയം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വേറൊരു ബന്ധം, നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാവുന്നു. അവിടെ എനിക്ക് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നു, അത് വീണ്ടും അതിങ്ങനെ പോകുന്നു. അപ്പൊ ഇത് എന്റെ ഉള്ളിലൊരു പാറ്റേൺ ആണ്, ഞാൻ അറിയുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ സിറ്റുവേഷനും ഒരേ ആളും അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. സിറ്റുവേഷനും മാറുന്നുണ്ട്, ആളുകളും മാറുന്നുണ്ട്, ഒരേ അനുഭവമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഒരേ ഫീലിംഗ് ഒരേ ഇമോഷൻ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആ ഇമോഷൻ നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം കുറെ കാലം കഴിയുമ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സെൽഫ് അനാലിസിസ് ഇല്ലല്ലോ. നമുക്ക് ആർക്കും ഒരു അനാലിസിസ് ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ബാക്കിൽ നടന്ന എക്സ്പീരിയൻസസ് ഒക്കെ എന്തൊക്കെയാണ് എഴുതി വെച്ച് നമ്മൾ ഇങ്ങനെ നോക്കുക. നമ്മൾ കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് ഓഡിറ്റ് ചെയ്യുമ്പോഴാണല്ലോ കഴിഞ്ഞ മാസം നമുക്ക് പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതൊരു ഫിഗറിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈസി ആവുന്നത്. നമ്മുടെ ലൈഫ് നമ്മൾ ഫിഗേർഡ് അല്ല. നമ്മുടെ ലൈഫിന് നമ്മൾ ബാക്കിലോട്ട് നോക്കുന്ന നമുക്ക് സ്കാറ്റേർഡ് ആണ്. നമ്മൾ ഒന്നിനും കൃത്യമായിട്ട് ഇവിടെ ഒരു പ്ലേസ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അനാലിസിസ് ഇല്ല. ആ അനാലിസിസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ്. സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അതിലൂടെ തന്നെയാണ് അതിനെ നമ്മൾ ശരിക്കും ബ്രേക്ക് ചെയ്യാന്നാ പറയാ. അത്തരം അനുഭവങ്ങൾ നമുക്ക് ലൈഫിൽ എല്ലാ ആളുകളിലും ഉണ്ട്. ഇത് ഒരാളുടെ അനുഭവമല്ല, നമ്മൾ സെൽഫിലുണ്ട്. നമ്മൾ മുമ്പിൽ വരുന്ന ആളുകൾക്ക് ഒരു റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ് പറഞ്ഞിട്ടാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കപ്പിൾസ് ഉണ്ട്, അവരുടെ പ്രശ്നത്തിന് നമ്മൾ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. മുമ്പുണ്ടായ ആ ഒരു അടികൾ, പൊതുവെ ഒരു എന്ത് വിഷയത്തിലാണ് ഫൈറ്റ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ മതി. ആ ഫൈറ്റ് ഉണ്ടാവുന്ന ഒരു വിഷയം പറയുകയാണെങ്കിൽ മുമ്പുണ്ടായ അനുഭവം, അതിന്റെ മുമ്പുള്ള അനുഭവങ്ങളൊക്കെ ഓരോന്ന് പറയുമ്പോൾ അതിലൊക്കെ ഒരേ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഒരേ പാറ്റേൺ ഓഫ് പ്രോബ്ലംസ്. സിറ്റുവേഷൻസും കാലങ്ങളും ആളുകളൊക്കെ മാറും, സെയിം ഇമോഷന്റെ ഒരേ പ്രശ്നങ്ങൾ ഇങ്ങനെ കാണും. സാമ്പത്തികമായാലും പ്രശ്നമുണ്ട്, മറ്റേ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുമ്പോഴോ എല്ലായിടത്തും നമ്മൾ സംബന്ധിച്ചോളം സെൽഫിന്ന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ടാവും. അതിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ ചാനൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് സംസാരിക്കണം, ഒരുപാട് സംസാരിക്കണം, ഒരുപാട് ആളെ പറ്റി നമ്മൾ മനസ്സിലാക്കി ഇൻഡെപ്തിൽ നമുക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റണം, അയാളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം. അപ്പൊ ആ ആളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് അയാളിൽ നമ്മൾ ക്ലീൻ ചെയ്യുക എന്ന് ഞാൻ പറയാം. അത്രയും ഇൻഡെപ്തിൽ നമുക്ക് പോകാൻ പറ്റണം. പക്ഷെ നമ്മള് ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ എന്താണ് അവരെ കുറ്റപ്പെടുത്താണ് എന്നുള്ള ഒരു തോന്നലാണല്ലോ വരിക എന്താണെങ്കിലും. അപ്പോ അല്ല, അപ്പൊ അങ്ങനെയാകുമ്പോ ഓരോ സംഭവങ്ങൾക്കും ഓരോരോ കാരണങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും പിന്നെ നമ്മൾ വീണ്ടും അല്ല അത് താങ്കളുടെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് നമ്മളൊന്ന് റീഇൻഫോഴ്സ് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയാണ് ഞാൻ അതിന് പറയാനുള്ളത് ഓരോന്നിനും ഓരോ സമയമുണ്ട്. അയാൾക്കത് മനസ്സിലാക്കാൻ ഒരു സമയം ഉണ്ടാവും, അപ്പോഴേ അയാളത് മനസ്സിലാക്കുള്ളൂ. ഒരിക്കലും നമുക്ക് ഒരാളെ മനസ്സിലാക്കാനോ കൺവിൻസ് ചെയ്യിക്കാനോ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഇപ്പൊ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന എല്ലാവരും നമുക്ക് എത്ര വിചാരിച്ചാലും മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ അയാൾ തന്നെ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ പോലും കുറച്ചേ ഉള്ളൂ. ഒരു 20% നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ചിന്തകളെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് മാനേജ് ചെയ്യണം, ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ മറ്റൊരാളുടെ പ്രശ്നത്തെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണെങ്കിലും അയാൾ മനസ്സിലാക്കണോ വേണ്ടെന്നുള്ള അയാളുടെ ചോയ്സാണ്. ആ ചോയ്സ് അയാൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് അയാളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അയാൾ മനസ്സിലാക്കണം എന്നൊരു നിർബന്ധമില്ല. അയാൾക്ക് മനസ്സിലാക്കാൻ സമയമാകുമ്പോഴേ അയാൾ അത് മനസ്സിലാക്കുള്ളൂ. അയാളുടെ ഹൃദയങ്ങൾ നമുക്ക് തുറന്നു തന്നാലേ ഒരു വിസ്ഡം അയാളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലേ ഞാൻ പറയുന്നത് അയാൾ കേൾക്കാൻ തയ്യാറാവുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും കേൾക്കാൻ, ഇപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡർ ട്രൈറ്റ്സ് ഒക്കെ ഉള്ള ആളുകളോട് നമ്മൾ എങ്ങനെ സംസാരിക്കും? അവർ സംസാരിച്ച് അവർ കേൾക്കാൻ തയ്യാറല്ലല്ലോ. ആ കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരാളോട് നമ്മൾ എങ്ങനെ കൗൺസിൽ ചെയ്യാൻ പറ്റും? നമ്മൾ പറയുന്ന അയാൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ പറയുന്ന അയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വരുത്താൻ വേണ്ടി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ മണ്ടന്മാരാണ്, ഞാൻ മാത്രമേ ശരിയുള്ളൂ എന്ന് അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആളുകളെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക. അപ്പൊ അവര് ഏത് രീതി, അവരെ മൈൻഡ് സെറ്റ് എന്താണ്, അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ആ ട്രാക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പറയുന്ന മൈൻഡ് സെറ്റിലോട്ട് അയാൾക്ക് മാറാൻ പറ്റുമോ എന്ന് നമ്മൾ ഒന്ന് ചെയ്ത് നോക്കി അയാൾക്ക് അത് പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പറ്റില്ല. അപ്പൊ ഒരാളടുത്ത് നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ നോക്കിക്കോ, വിട്ടേക്കുക.
ഒന്നും ചെയ്യാൻ പറ്റൂല അവിടെ. അതെ അതെ അയാൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ താനേ വരും, കുറച്ചു കാലം കഴിഞ്ഞാൽ താനേ വരും. അതെ, അത് വളരെ കറക്റ്റ് ആണ്. ഈ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നി. ഒരു സമയമുണ്ട്, അപ്പോഴാണ് അത് മനസ്സിലാക്കുള്ളൂ എന്നുള്ളത്. ആ ഒരു അത് ചിലപ്പോ വേറെ ഇതിനേക്കാൾ മോശമായിട്ടുള്ള വല്ല ദുരനുഭവങ്ങളും വരുമ്പോഴായിരിക്കും അവർക്ക് സ്വയം ഇതാവുന്നത്. റിയലൈസേഷൻ. യെസ്, താങ്ക് യു സർ. യൂനസ് ജി, എക്സലന്റ് ടോക്ക്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞേക്കാം, ബിക്കോസ് അവസാനം ഒരാൾ പറഞ്ഞ അതിന് ചോദ്യത്തിനും ഇതിനു വേണ്ടിയിട്ട്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അതായത് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന് ശേഷമേ ചിലർക്ക് റിയലൈസ് ചെയ്യത്തുള്ളൂ കണ്ണിന്റെ മഹത്വം. അതുപോലെ അപ്പോഴേ എന്താണ് ഇത് നഷ്ടപ്പെട്ടതായിരുന്നു. ഐ ഷുഡ് നോട്ട് ഹാവ് ഡൺ, ഐ ഷുഡ് ഹാവ് ടേക്കൺ കെയർ ഓഫ് മൈ വിഷൻ. ഡയബറ്റീസ് തന്നെ നേരെ മാനേജ് ചെയ്യാതെ അത് പുവർ കൺട്രോളിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ റിയലൈസ് ചെയ്യും. അതുപോലെയാണ് ചിലതൊക്കെ അടികൊണ്ട് അവസാനം ഒരു പരുവത്തിലായതിനു ശേഷം ദെൻ അപ്പോഴ് റെഡിയാവും. അപ്പോഴ് ഇദ്ദേഹം യൂനസ് കുരുക്കളുടെ ഫ്രണ്ടിൽ വന്നിരുന്നാൽ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കും, എല്ലാം ചെയ്യും. അതിനു മുൻപ് എത്ര പറഞ്ഞു കൊടുത്താലും ശരി അത് കേറത്തില്ല. തീർച്ചയായിട്ടും അത് കേറത്തില്ല. അതായത് സം പീപ്പിൾ ദേ ഇംപ്രൂവ്, ദേ ചേഞ്ച് ബൈ ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷൻ കൂടെ ചേഞ്ച് ചെയ്യുന്നത് വളരെ സ്മോൾ പെർസെൻറ്റേജ്. ഡെസ്പറേഷനിലാണ് മിക്കവരും ചേഞ്ച് ചെയ്യുന്നത്. ഡെസ്പറേഷൻ പറഞ്ഞാൽ നിവർത്തിയില്ല. അപ്പോഴ് ചേഞ്ച് ചെയ്യും. അതാണ് നമ്മൾ കാണുന്നത് മെജോറിറ്റി ഡെസ്പറേഷൻ. അതേ ഉള്ളൂ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ മൈ തോട്ട്സ്. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇതായിരുന്നു, വിശ്വാസം. അപ്പൊ ഇതൊന്നും നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളായിട്ട് പറഞ്ഞാൽ എത്തുന്ന കാര്യങ്ങളല്ല. ഇവിടെ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ അതേ വിഷയത്തിൽ തന്നെ പറയാനുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു സ്പേസ് നമ്മളെ ലാക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് ഡിഫൈൻ ചെയ്ത് തരാനുള്ള ഒരു സ്പേസ് ഓൺലൈനിൽ കൂടെ നമുക്ക് വളരെ ചുരുക്കം രീതിയിലേ പറ്റുള്ളൂ. കാരണം ഇതിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന വിഷയങ്ങൾ മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റുള്ളൂ. കാരണം പല കാര്യങ്ങളും നമ്മൾ ഡെമോൺസ്ട്രേഷനിലൂടെയും നമ്മൾ ഒരു ബോർഡോ കാര്യങ്ങളോ എഴുതിയും ചിത്രങ്ങൾ വരെ ഡയഗ്രാംസ് വെച്ചും പല കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അതിങ്ങനെ പറഞ്ഞത്. കാരണം ഞാൻ വെറുതെ ഇവിടുന്ന് ലെക്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ മടുപ്പ് വരും. അപ്പൊ അതിന് കൃത്യമായ എക്സാമ്പിൾസും കാര്യങ്ങളും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ലാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളൊന്നും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അല്ലാത്ത ഏതൊക്കെ ടോപ്പിക്കുകൾ നമുക്ക് ഇതിനായിട്ട് അസസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ മുന്നോട്ടുള്ള ടോപ്പിക്കുകളിൽ നമ്മളത് വരും. മാക്സിമം കണ്ടിന്യൂഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും നമുക്ക് നെക്സ്റ്റ് തിങ്കളാഴ്ച കാണാം അടുത്ത ടോപ്പിക്കുമായിട്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. Thank you, sir. Good night. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.